വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅമാലിനാ. മൻ യഹ്ദിഹില്ലാഹു ഫലാ മുളില്ല ലഹു വമൻ യുദ്ലിൽ ഫലാ ഹാദിയ ലഹു. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഏറ്റവും ആദരവ് നിറഞ്ഞ രക്ഷിതാക്കളെ, വിശ്വാസിനികളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്തായ അനുഗ്രഹത്താൽ അവൻ്റെ ദീനിനെ സംബന്ധിച്ച് ചർച്ച ചെയ്യുന്ന ഒരു സദസ്സിലാണ് നാം ഏവരും ഒത്തുകൂടിയിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇരുത്തവും സമയത്തെ ചിലവഴിക്കുന്നതും ഈ സംഘാടനവുമെല്ലാം നാളെ സ്വർഗത്തിലേക്ക് ഉപകാരപ്പെടുന്ന ഒരു സ്വാലിഹായ സൽക്കർമ്മമായി, സുഹൃതമായി നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ. സൂചിപ്പിക്കപ്പെട്ടതുപോലെ പരിശുദ്ധ റമളാനുമായി ബന്ധപ്പെട്ടാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് ഈ ഒരു പ്രോഗ്രാമിലൂടെ നിങ്ങളുടെ ശ്രദ്ധയിൽ ചില കാര്യങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. കൂടുതൽ ആമുഖങ്ങളില്ലാതെ നേർക്ക് നേരെ വിഷയത്തിലേക്ക് കടക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. മഹാനായ ഇബ്നു ജൗസി റഹിമഹുല്ലാ ലോകം അറിയപ്പെടുന്ന വലിയ പണ്ഡിതനാണ്. അദ്ദേഹം റമളാനെ കുറിച്ച് പറഞ്ഞ, അദ്ദേഹം രേഖപ്പെടുത്തി വെച്ച ചില വാചകങ്ങൾ നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. അദ്ദേഹം പറയുന്നു, തല്ലാഹി ലൗ ഖീല ലി അഹ്ലിൽ ഖുബൂർ, തീർച്ചയായും ഖബറിലുള്ള മനുഷ്യന്മാരോട് തമന്നൗ എന്ന് പറയപ്പെട്ടാൽ, അഥവാ നിങ്ങൾ ആഗ്രഹിച്ചു കൊള്ളുക, മോഹിക്കുക, കൊതിക്കുക എന്ന് ഖബറിൽ കിടക്കുന്ന മനുഷ്യന്മാരോട് പറയപ്പെട്ടു കഴിഞ്ഞാൽ, തീർച്ചയായും ഖബറാളികൾ ആഗ്രഹിക്കുന്നത് ലതമന്നൗ യൗമൻ മിൻ റമളാൻ, പരിശുദ്ധ റമളാനിലെ ഒരു ദിവസം ഞങ്ങൾക്ക് കിട്ടിയിരുന്നെങ്കിലെന്ന് ഖബറാളികൾ പോലും ആഗ്രഹിച്ചു പോകുമെന്ന് മഹാനായ പണ്ഡിതൻ ഇബ്നു ജൗസി റഹിമഹുല്ലാ നമുക്ക് ഓർമ്മപ്പെടുത്തി തരികയാണ്. എന്താണ് ഇത് അർത്ഥമാക്കുന്നത് എന്ന് ചോദിച്ചാൽ, പാരത്രിക ജീവിതത്തിലേക്ക് നമ്മൾ കാലെടുത്ത് വെച്ചാലും ഖബറിൽ കഴിയുന്ന നാളുകളാണെങ്കിലും ഒരു റമളാൻ കിട്ടിയിരുന്നെങ്കിൽ, അതിനുമപ്പുറം റമളാനിലെ ഒരു ദിവസം കിട്ടിയിരുന്നെങ്കിലെന്ന് മനുഷ്യർ കൊതിച്ചു പോകുമാറ് അത്രത്തോളം മഹത്വമുള്ള മാസമാണ് പരിശുദ്ധ റമളാൻ എന്നതാണ്. പലപ്പോഴും നമ്മുടെ നാടുകളിൽ, നമ്മുടെ വീടകങ്ങളിൽ, നമ്മളിൽ തന്നെ റമളാനെ കുറിച്ചുള്ള ചിന്ത കടന്നു വരാറുള്ളത് ശഅബാൻ മാസം പാതി കഴിയുമ്പോഴാണ്. ഇനിതാ ഒരു കൈവിരലിൽ എണ്ണാൻ പോലും ഇല്ലാത്ത ദിവസങ്ങൾക്കപ്പുറത്താണ്
പരിശുദ്ധ റമദാൻ നമ്മെ കാത്തിരിക്കുന്നത്. പ്രിയമുള്ളവരെ, അവിടെയാണ് പൂർവികരുടെ ജീവിതം നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അവരൊരു വർഷം മുഴുവൻ റമദാനെ കുറിച്ചുള്ള ചിന്തയിലായിരുന്നു എന്നാണ്. എങ്ങനെയാണ്? റമദാനിൻ്റെ 6 മാസങ്ങൾക്ക് മുമ്പ് തന്നെ അവർ റമദാനിൽ എത്തുവാൻ വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു. കാന സലഫു യദ്ഊന അല്ലാഹ അയ്യുബല്ലിഅഹും റമദാൻ. എന്നാൽ റമദാന്റെ ഓരോ ദിവസങ്ങളും കഴിഞ്ഞു പോകുമ്പോൾ ഫഇദ ബലഗഹും ഇയ്യാഹു ദഅവുല്ലാഹ അയ്യതഖബ്ബലഹു മിൻഹു. പിന്നീടുള്ള മാസങ്ങൾ റമദാനിൽ ചെയ്ത നന്മകളെ സ്വീകരിക്കണേ എന്നും അവർ പ്രാർത്ഥിക്കുമായിരുന്നു എന്നാണ്. അപ്പൊ റമദാന്റെ മുന്നേ തന്നെ റമദാനിലേക്ക് എത്തുവാനുള്ള പ്രാർത്ഥന തുടങ്ങുകയും റമദാന്റെ ദിവസങ്ങൾ കഴിയുമ്പോൾ അല്ലെങ്കിൽ റമദാൻ മാസം വിട പറയുമ്പോൾ പിന്നീടുള്ള മാസക്കാലങ്ങളിൽ റമദാനിലെ നന്മകൾ സ്വീകരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു. അഥവാ ഒരു വർഷം മുഴുവൻ പൂർവികർ റമദാനെ കുറിച്ചുള്ള ആലോചനയിലും ചിന്തയിലുമാണ്. ഇവിടെ നമ്മൾ പരിശോധിക്കുക, ഒരു വെളിപ്പാടകലെ വളരെ അടുത്ത് നമ്മിലേക്ക് നിഴലിട്ട് നിൽക്കുന്ന ഈ റമദാൻ പടിവാതിൽക്കൽ എത്തിയിട്ട്, പ്രിയപ്പെട്ടവരെ, ആത്മാർത്ഥമായി അള്ളാഹുവെ ആ റമദാനിലൊന്ന് ജീവിക്കാൻ തൗഫീക്ക് നൽകണേ, ആയുസ് ഒന്ന് നീട്ടിത്തരണേ, ആ റമദാൻ കഴിച്ചുകൂട്ടാനുള്ള ഭാഗ്യം എനിക്ക് നൽകണേ എന്ന് പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ എന്നത് ഈ ഒരു വൈകിയ വേളയിലും നമ്മൾ പരിശോധിക്കേണ്ട കാര്യമാണ്. കാരണം നമ്മുടെ ഖബറിസ്ഥാനിൽ പുതിയ ഖബറുകൾ ഓരോ ദിവസങ്ങളും കഴിയുമ്പോൾ കൂടി വരികയാണ്. നമുക്ക് പരിചയമുള്ള പല മുഖങ്ങളും ഇന്ന് നമ്മൾ കാണാതിരിക്കുകയാണ്. നമ്മുടെ വീട്ടിലെ, നമ്മുടെ കുടുംബത്തിലെ, നാം അറിയുന്ന, നമ്മെ അറിയുന്ന, നമുക്ക് പരിചയമുള്ള എത്രയോ ആളുകളുടെ ഖബറുകൾ തീർച്ചയായും പള്ളിക്കാട്ടിൽ പുതുതായി സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട്. എന്നു മാത്രമല്ല, നമുക്ക് തന്നെ നമ്മുടെ ശരീരത്തിൽ കുറേ മാറ്റങ്ങളും സംഭവിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തിൽ ഉണ്ടായിരുന്ന ഒരു ആരോഗ്യ അവസ്ഥയല്ല നമുക്കിപ്പോൾ ഉള്ളത്. നമ്മുടെ മുടികൾ നരച്ചു തുടങ്ങി, നമ്മുടെ എല്ലുകൾക്കും സന്ധികൾക്കും അസ്ഥികൾക്കുമെല്ലാം അനാരോഗ്യം സംഭവിച്ചു തുടങ്ങി. എന്ന് മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ ദിവസങ്ങളും കഴിയുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച മരണത്തിലേക്ക് നമ്മളിങ്ങനെ ഓടി അടുത്തുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ആർക്കാണ് പറയാൻ കഴിയുക ഈ റമദാനിൽ നമ്മൾ ജീവിക്കുമെന്ന്? ഒരു ഉറപ്പുമില്ലാത്തവരാണ്. അതുകൊണ്ടാണ് പൂർവികർ ഈ റമദാനിന് വേണ്ടി ആത്മാർത്ഥമായി അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് തേടിയത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെയാണ് നമ്മൾ ചില കാര്യങ്ങൾ വളരെ കൃത്യമായി മനസ്സിലാക്കേണ്ടത്. നമുക്കറിയാം, അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തിനാണ് നമുക്ക് റമദാൻ നൽകുന്നത് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം ഒരു മനുഷ്യന് മറ്റുള്ള 11 മാസങ്ങളിൽ വന്ന തിന്മകൾക്കുള്ള പാപത്തിൻ്റെ പരിഹാരമാണ്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ഇബ്നു ജൗസി റഹിമഹുല്ല ഒന്നുകൂടി റമദാനെ കുറിച്ച് വിശദീകരിക്കുന്നത് കാണാം. അഥവാ യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അടക്കം 12 മക്കളാണ്. ആ 12 മക്കളിൽ ഏറ്റവും ശ്രേഷ്ഠൻ ആരാണ് എന്ന് ചോദിച്ചാൽ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. ബാക്കി 11 മക്കളുടെ ജീവിതത്തിൽ, പ്രത്യേകിച്ചും 10 ആളുകളുടെ ജീവിതത്തിൽ കുറേ പിഴവുകൾ, കുറേ അബദ്ധങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അതിൻ്റെ കാരണമാണ് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം കിണറ്റിലേക്ക് എത്തിയത്, അങ്ങനെ ചെന്നായ പിടിച്ചു എന്ന കളവ് പറയേണ്ടി വന്നത്. അങ്ങനെ കുറേ വീഴ്ചകൾ ഈ 11 മക്കളുടെ ജീവിതത്തിൽ കടന്നു വന്നിട്ടുണ്ട്. പിന്നീട് നമ്മൾ ചരിത്രം പരിശോധിക്കുമ്പോൾ ഈ 11 മക്കളും എങ്ങനെയാണ് രക്ഷപ്പെട്ടത്? യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കൊണ്ടാണ്. അവർക്ക് എല്ലാ അർത്ഥത്തിലുമുള്ള അനുഗ്രഹങ്ങൾ ലഭിച്ചത് എങ്ങനെ?
അവിടെ വീഴ്ചകൾ പരിഹരിക്കപ്പെട്ടത് എങ്ങനെയെന്ന് ചോദിച്ചാൽ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം കാരണത്താലാണ് എന്ന് ചരിത്ര പഠനം നടത്തി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇബ്നു ജൗസി റഹിമഹുല്ല പറയാണ്, ഇതേപോലെയാണ് വർഷത്തിൽ 12 മാസങ്ങൾ ഉണ്ടെങ്കിൽ ആ മാസത്തിൽ പ്രിയപ്പെട്ടവരെ റമളാൻ എന്ന് പറയുന്ന മാസം അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും നന്നായി ആദരിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്തു. ബാക്കിയുള്ള 11 മാസങ്ങളിൽ നിങ്ങൾക്ക് സംഭവിക്കുന്ന പോരായ്മകളെ, പാകപ്പിഴവുകളെ, വീഴ്ചകളെ നികത്താൻ ഈ ഒരൊറ്റ മാസം മതിയാകുമെന്നതാണ്. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കൊണ്ട് 11 മക്കളും രക്ഷപ്പെട്ടെങ്കിൽ ഇതേപോലെ റമളാൻ മതി നമ്മുടെ 11 മാസങ്ങൾ രക്ഷപ്പെടാനെന്ന് അദ്ദേഹം വിശദീകരിച്ചു. ഇവിടെയാണ് സഹോദരങ്ങൾ നമ്മൾ തിരിച്ചറിയേണ്ടത്, റമളാൻ എന്നത് വിശുദ്ധ ഖുർആന്റെ 6230 ചില്ലാനം വരുന്ന ആയത്തുകളിൽ ഒരു മാസത്തിന്റെ പേര് മാത്രമേ അള്ളാഹു പറഞ്ഞിട്ടുള്ളൂ. ഹജ്ജിനെ കുറിച്ച് പറയുമ്പോൾ അൽ ഹജ്ജു അഷ്ഹുറും മഅലൂമാത്ത്, ഹജ്ജ് എന്നത് അറിയപ്പെട്ട മാസങ്ങളിൽ ഉള്ളതാണ്. 4 പവിത്രമായ മാസത്തെ കുറിച്ച് പറയുമ്പോൾ മിൻഹ അർബഅത്തുൻ ഹുറും, 4 മാസങ്ങൾ പവിത്രമാണ്. ഏതാണ് എന്ന് പറഞ്ഞില്ല, 4 മാസങ്ങൾ ഉണ്ട് എന്നേ പറഞ്ഞിട്ടുള്ളൂ. ഇന്ന ഇദ്ദത ശുഹൂരി ഇദ്ദല്ലാഹ് 12 ശഹറൻ ഫീ കിതാബില്ലാഹ് യൗമ ഖലഖസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളെ സൃഷ്ടിക്കുന്ന അന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വർഷത്തിൽ 12 മാസങ്ങളെ കണക്കാക്കി. അതിന്റെ പേര് പറഞ്ഞിട്ടില്ല. 4 മാസങ്ങൾ പവിത്രമാണ് എന്ന് പറഞ്ഞു, പേര് പറഞ്ഞിട്ടില്ല. ഹജ്ജ് അറിയപ്പെട്ട മാസത്തിലുള്ളതാണ് എന്ന് പറഞ്ഞു, പേര് പറഞ്ഞിട്ടില്ല. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല പേരെടുത്തു പറഞ്ഞ ഒരേ ഒരു മാസം അത് റമളാൻ മാസമാണ്. ഷഹ്റു റമളാൻ, റമളാൻ മാസം. പണ്ഡിതന്മാർ 2 അർത്ഥത്തിൽ എന്തുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഒരു മാസത്തെ റമളാൻ എന്ന് വിളിച്ചു എന്നതിന് ചില ഉദാഹരണങ്ങൾ പറയുന്നുണ്ട്. അറബികൾക്ക് കൊടും ചൂട് വരുന്നതിൻ്റെ മുന്നേ ഒരു നല്ല മഴ അവർക്ക് കിട്ടുമായിരുന്നു. റളാ എന്നാണ് ആ മഴക്ക് അവർ പറയുന്ന പേര്. റളാ എന്ന് പറയുന്ന ഒരു മഴ അവിടെ പെയ്യുകയും ഭൂമിക്ക് ഉപരിയിലുള്ള ചപ്പുചണ്ടി ചവറുകളെല്ലാം ഒലിച്ചുപോയി അങ്ങനെ ഭൂമിയുടെ പ്രതലം വൃത്തിയാവുകയും ചെയ്യുമെന്നാണ്. ചില പണ്ഡിതന്മാർ പറഞ്ഞു റമളാ എന്ന് പറഞ്ഞാൽ കരിച്ചു കളയുന്നത്, ശുദ്ധീകരിക്കുന്നത് എന്നാണ് അർത്ഥം. ചില വസ്തുക്കളെ നമുക്ക് കഴുകിയാൽ വെള്ളം കൊണ്ട് ശുദ്ധീകരിക്കാൻ കഴിയാത്തതുണ്ട്. ഇരുമ്പ്, സ്വർണം, വെള്ളി, മറ്റുള്ള ലോഹങ്ങൾ, ഇതൊന്നും വെള്ളം കൊണ്ട് വൃത്തിയാകുന്നതല്ല. അതിൻ്റെ മ്ലേച്ഛതകൾ, അതിലെ അഴുക്കുകൾ നീക്കാൻ മനുഷ്യർ ചെയ്യാറുള്ളത് ചുട്ടുകരിക്കലാണ്, അത് ചൂടാക്കലാണ്, കരിച്ചു കളയലാണ്. അപ്പൊ വെള്ളം കൊണ്ടുള്ള ശുദ്ധീകരണവും തീ കൊണ്ടുള്ള ശുദ്ധീകരണവും ഈ 2 പേരുകളിൽ നിന്നാണ് റമളാൻ എന്ന് പറഞ്ഞാൽ കൊടും ചൂട്, കരിച്ചു കളയുന്നത് എന്നാണ് അതിൻ്റെ ഭാഷാപരമായി പണ്ഡിതന്മാർ അർത്ഥം പറഞ്ഞിട്ടുള്ളത്. ഇവിടെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ റമളാൻ എങ്ങനെ കഴുകുന്നത്, എങ്ങനെ കരിച്ചു കളയുന്നത്? നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച എല്ലാ പാപങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല കരിക്കാൻ വേണ്ടി, കഴുകിക്കളയാൻ വേണ്ടി അല്ലാഹു നമുക്ക് കനിഞ്ഞു നൽകുന്ന മാസമാണ് റമളാൻ മാസം. അന്തരീക്ഷത്തിൽ, ഈ പ്രപഞ്ചത്തിൽ റമളാനിന്റെ ആ പ്രത്യേകത കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തെല്ലാം മാറ്റങ്ങൾ നൽകുന്നുണ്ട്. ആകാശത്തിന് മാറ്റം സംഭവിക്കുന്നുണ്ട്, സ്വർഗത്തിന് മാറ്റം സംഭവിക്കുന്നുണ്ട്, നരകത്തിന് മാറ്റം സംഭവിക്കുന്നുണ്ട്, മനുഷ്യനെ തിന്മയിലേക്ക് കൊണ്ടുപോകുന്ന പിശാചുക്കൾക്ക് മാറ്റം സംഭവിക്കുന്നുണ്ട്. പ്രപഞ്ചവും പ്രപഞ്ചത്തിന്റെ അപ്പുറത്തുള്ളതുമെല്ലാം സഹോദരങ്ങളെ പരിശുദ്ധ റമളാനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായ മാറ്റങ്ങൾ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് അല്ലാഹ് നമ്മോട് പറഞ്ഞത് നമ്മളും മാറണമെന്നത്. നമ്മളിങ്ങനെ എന്താ പറയാ, റമളാൻ അങ്ങനെ വന്നു, അതിങ്ങനെ പോകുന്നു, എത്ര പെട്ടെന്നാ പോയി എന്നൊരു പറച്ചിലാണ്. തുടങ്ങിയതും ഒടുങ്ങുന്നതും, അല്ലെങ്കിൽ തുടക്കവും ഒടുക്കവും മനസ്സിലാകുന്നില്ല, എത്ര പെടുന്നനെയാണ് കടന്നു പോകുന്നത് എന്ന് നമ്മൾ പറയാറുണ്ട്. അതാകരുത്. കാരണം നിങ്ങൾ നോക്കിയേ, ആകാശത്തിന്റെ കവാടങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല തുറന്നു തരികയാണ്, കാരുണ്യത്തിന്റെ കവാടങ്ങൾ തുറന്നു തരികയാണ്, സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറന്നു തരികയാണ്. അപ്പൊ 3 കവാടങ്ങളാണ് തുറക്കപ്പെടുന്നത്. അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ കവാടങ്ങൾ തുറന്നു, ആകാശത്തിന്റെ കവാടങ്ങൾ തുറന്നു, സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറന്നു. നരകത്തിന്റെ 7 കവാടങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല കൊട്ടിയടക്കുകയും മനുഷ്യനെ
നന്മയിൽ നിന്ന് വലിക്കുന്ന, തിന്മയിലേക്ക് അവനെ കൊണ്ടുപോകുന്ന പിശാചുക്കളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചങ്ങലകളാൽ ബന്ധിപ്പിക്കുകയും ചെയ്യുന്നു. എന്നിട്ട് എന്താ വിളിച്ചെന്ന് അറിയോ? ഫൽ യുനാദി മുനാദ്, വിളിച്ചു പറയുന്ന ഒരാൾ വിളിച്ചു പറയും, അയാ ബഅൽ ഖൈരി അഖ്ബിൽ, നന്മ കാംക്ഷിക്കുന്നവരെ നിങ്ങൾ മുന്നോട്ട് വരിക. ഇതാ ചില മാറ്റങ്ങൾ ഞാൻ നൽകിയിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾ നന്മ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ മുന്നോട്ട് വരും. അയാ ബഅയ ശർരി അക്സിർ, തിന്മ കാംക്ഷിക്കുന്നവരെ, തിന്മ ആഗ്രഹിക്കുന്നവരെ, തിന്മ ചെയ്യാൻ വേണ്ടി കൊതിക്കുന്നവരെ നിങ്ങൾ കുറക്കുക. കാരണം ഇത് വൃത്തികേടിന്റെ മാസമല്ല, അനാവശ്യങ്ങൾക്കുള്ള മാസമല്ല, ആഭാസങ്ങളും തോന്നിവാസങ്ങളും ചെയ്യാനുള്ള മാസമല്ല. മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്റെ അടിമകൾക്ക് നന്നാകാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിച്ച് നൽകുന്ന മാസമാണ് എന്ന് വളരെ കൃത്യമായി വ്യക്തമായി പ്രിയപ്പെട്ടവരെ അതിന്റെ അറിയിപ്പ് നമുക്ക് നൽകുകയാണ്. നിങ്ങൾ നോക്കി, റമദാനിൽ ഒരു മനുഷ്യന് ജീവിക്കാൻ ഭാഗ്യം കിട്ടുക എന്ന് പറഞ്ഞാൽ ഒരു ഷഹീദിനേക്കാൾ അവൻ മുൻകടക്കുമെന്നാണ് അല്ലെ? പലപ്പോഴും നമ്മൾ കേട്ട ഹദീസാണ്. മഹാനായ ത്വൽഹത്ത് ബിൻ ഉബൈദില്ല റളിയല്ലാഹു അൻഹു പറയാൻ, ബലിയ് എന്ന് പറയുന്ന പ്രദേശത്ത് നിന്ന് 2 വ്യക്തികൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് വന്നു. അതിൽ 2 പേരും ഇസ്ലാം സ്വീകരിച്ച് ഫകാന അഹദഹുമാ അശദ്ദ ഇജ്തിഹാദൻ മിനൽ ആഖിറ, അതിലൊരു വ്യക്തി പരലോകത്തിന് വേണ്ടി നന്നായി അധ്വാനിക്കുന്ന വ്യക്തിയാണ്, നല്ല ശക്തമായ കർമ്മങ്ങൾ ചെയ്യുന്ന വ്യക്തി. മറ്റേ വ്യക്തിയാകട്ടെ സാധാരണ നന്മകളൊക്കെ അങ്ങനെ ചെയ്ത് ജീവിച്ചു പോകുന്ന ഒരു വ്യക്തിയും. ത്വൽഹ റളിയല്ലാഹു അൻഹു പറയാണ്, ഈ ഒന്നാമത്തെ വ്യക്തി ഒരു യുദ്ധത്തിൽ പങ്കെടുത്ത് ഷഹീദായി. 2ാമത്തെ വ്യക്തി 1 വർഷം കൂടി ജീവിച്ചു. ഇങ്ങനെ ബഅദഹു സനതുൻ സുമ്മ തുവഫി, 1 വർഷം കൂടി ജീവിച്ചിട്ട് ആ മനുഷ്യൻ സാധാരണ മരണവും വരിച്ചു. അപ്പൊ ഒരാൾ ഷഹീദാണ്, മറ്റേയാൾ സ്വന്തം വീട്ടിൽ കിടന്ന് കട്ടിലിൽ കിടന്നു മരിക്കാൻ. ഞാൻ ചോദിക്കട്ടെ, ഇതിലാരാണ് നമ്മുടെ കാഴ്ചയിൽ, നമ്മുടെ അഭിപ്രായത്തിൽ സ്വർഗത്തിലേക്ക് മുൻകടക്കുക? നമുക്ക് സംശയം ഉണ്ടാകില്ല അല്ലേ? ആരാണ്? ഷഹീദാണ്, ശുഹദാക്കളാണ്. എന്തേ കാരണം? നമ്മൾ വരെ പ്രാർത്ഥിക്കുന്നത് അല്ലാഹുവേ അവരുടെ കൂട്ടത്തിൽ എന്നെ ഉൾപ്പെടുത്തണേന്നാണ് അല്ലേ? ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം എന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ മിനൻ നബിയ്യീന വ സിദ്ദീഖീന വ ശുഹദാഇ വ സ്വാലിഹീൻ, അതാണ് സിറാത്തുൽ മുസ്തഖീം. ഷഹീദുകളുടെ പ്രത്യേകത ചരിത്രത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകൾ കാണാൻ സാധിക്കും. ആ മനുഷ്യന്റെ രക്തം പൊടിഞ്ഞ ആ നിമിഷം തന്നെ അള്ളാഹു എല്ലാ പാപങ്ങളും പുറത്തു കൊടുത്തു എന്നാണ്. അവർക്ക് നാളെ പരലോകത്ത് അള്ളാഹു അവരുടെ തലയിൽ വെച്ചു കൊടുക്കുന്ന ഒരു കിരീടമുണ്ട്, വഖാറിന്റെ കിരീടം എന്നാണ്. ആ കിരീടത്തിൽ പതിച്ച ഒരു മുത്തിന്റെ മഹത്വം പറയുന്നത്, കിരീടത്തിന്റെ അല്ല, ആ കിരീടത്തിൽ പതിച്ച ഒരു മുത്തിന്റെ മഹത്വം പറയുന്നത് ഈ ദുനിയാവും അതിലുള്ളതിനേക്കാളും മഹത്വമുള്ളതാണ് എന്നാണ്. ഈ ദുനിയാവിൽ എന്തെല്ലാം നമ്മൾ വിലപിടിപ്പുള്ളതായി കാണുന്നുണ്ടോ അതിനേക്കാൾ വിലപിടിപ്പുള്ളതാണ് നാളെ പരലോകത്തൊരു ഷഹീദിന്റെ തലയിൽ ചാർത്തിക്കൊടുക്കുന്ന കിരീടത്തിലുള്ളൊരു മുത്തിന്റെ പ്രത്യേകത എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഷഹീദ് ഇവിടെ മറ്റൊരു ആളോ 1 വർഷം കൂടി കിട്ടിയിട്ട് സാധാരണ മരണം വരിച്ച വ്യക്തിയുമാണ്. മഹാനായ ത്വൽഹ റളിയല്ലാഹു അൻഹു പറയുന്നു, ഫറഅയ്തു ഫിൽ മനാമി, ഞാൻ സ്വപ്നത്തിൽ ഈ 2 വ്യക്തികളെയും കണ്ടു. ആ 2 വ്യക്തികളും സ്വർഗ്ഗത്തിന്റെ അന ഇൻദ ബാബിൽ ജന്ന ഇദാ അന ബിഹിമാ, സ്വർഗ്ഗത്തിന്റെ കവാടത്തിന്റെ അരികിൽ ഈ 2 വ്യക്തികളെയും ഞാൻ കാണുകയാണ്. എന്നിട്ടതാ സ്വർഗ്ഗത്തിൽ നിന്നൊരാൾ പുറത്തേക്ക് വരികയും ആദ്യം സ്വാഗതം ചെയ്തത് ഈ സാധാരണ മരണം വരിച്ച വ്യക്തിയാണ്. 2ാമതാണ് ഈ ഷഹീദിന് ആ സ്വർഗത്തിലേക്ക് പ്രവേശനമുള്ളത്. ഇത് കണ്ടപ്പോൾ എനിക്ക് അത്ഭുതം തോന്നിയിട്ട് ഞാൻ പ്രഭാതത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് ചെന്നു. എന്നിട്ട് പ്രവാചകനോട് ഈ കാര്യം പറഞ്ഞു കൊടുത്തു. അപ്പൊ റസൂലുള്ളാഹി ചോദിക്കാണ്, മിൻ അയ്യി ദാലിക തഅജബൂൻ ത്വൽഹ, ഇതിലെന്താ ഇത്ര അത്ഭുതപ്പെടാനുള്ളത്? ആ ഷഹീദ് 2ാമത് പോയി, ശരി, 1ാമത് പോയത് ആ വ്യക്തിയാണ്, ഇതിലെന്താ അത്ഭുതപ്പെടാനുള്ളത്? അപ്പൊ റസൂലുള്ളാഹിനോട് റസൂലേ, ഒരാൾ നല്ല കർമ്മങ്ങളുള്ള വ്യക്തിയല്ലേ, മറ്റേയാൾ അത്രയൊന്നും ഇല്ലല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിരിച്ചു ചോദിക്കാണ്, അലൈസ ഖദ് മകസ ഹാദാ ബഅദഹു സന, ത്വൽഹ, ആ മനുഷ്യന് 1 വർഷം കൂടി ജീവിക്കാനുള്ള ഭാഗ്യം അല്ലാഹു കൊടുത്തില്ലേ? ബല റസൂലേ, ശരിയാണ്. വഅദ്റക റമളാന ഫസ്വാമ,
ആ ഒരു വർഷം ജീവിക്കുമ്പോൾ റമളാൻ കടന്നു വരില്ലേ? ഫസ്വാമ, അദ്ദേഹം നോമ്പെടുക്കില്ലേ? വസ്വല്ല, അദ്ദേഹം നമസ്കരിക്കില്ലേ? അതേപോലെ തന്നെ കദാ വകദ മിൻ സജദത്തിൻ ഫി സന, ഇതല്ലാത്ത സുജൂദുകളും മറ്റുള്ള കർമ്മങ്ങളും ഒരു വർഷം കിട്ടിയപ്പോൾ ആ മനുഷ്യൻ ഉണ്ടായിട്ടില്ലേ എന്നാണ്. അപ്പൊ റസൂലുള്ളാഹിനോട് അവർ പറഞ്ഞു, ബല റസൂലേ, ഉണ്ട്, അത് ശരിയാണ്. അപ്പൊ പ്രവാചകൻ പറഞ്ഞ വാചകമാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ അത്ഭുതപ്പെടുത്തേണ്ടത്. എന്താ പറഞ്ഞോ? ഫമാ ബൈനഹുമാ അബ്അദു മിമ്മാ ബൈനസ്സമാഇ വല്ലർദ്, ഫമാ ബൈനഹുമാ അബ്അദു മിമ്മാ ബൈനസ്സമാഇ വല്ലർദ്. ഈ രണ്ട് വ്യക്തികളും തമ്മിൽ ആകാശഭൂമികളുടെ വിശാലതയുണ്ട്. ഒരു ഷഹീദാകട്ടെ, അതേപോലെ തന്നെ റമളാൻ കിട്ടിയ വ്യക്തിയാകട്ടെ, ഈ ആകാശഭൂമികൾ എത്ര വിശാലമായിട്ടുള്ളതാണോ അതുപോലെ വിശാലതയുണ്ട് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, എന്താണ് ഒരു റമളാൻ കിട്ടിയ പ്രത്യേകത? ഒരു റമളാൻ കിട്ടിയപ്പോൾ അതാ സ്വർഗത്തിലേക്ക് മുൻകടക്കുന്നു. ആരേക്കാൾ? ഷഹീദായ വ്യക്തിയേക്കാൾ. നമ്മൾ ചിന്തിക്കണം, ഈ ഒരു ഭാഗ്യം അള്ളാഹു നമ്മുടെ മുന്നിലേക്ക് ഇട്ടു തരുമ്പോ ഇനിയെങ്കിലും പ്രിയപ്പെട്ടവരെ മനസ്സറിഞ്ഞ്, അള്ളാഹുവെ 2 ദിവസം 3 ദിവസം ബാക്കി നിൽക്കുമ്പോ എന്നെ തിരിച്ചു വിളിക്കല്ലേ എന്നൊന്ന് പറയാൻ. അള്ളാഹുവെ, നിന്റെ മരണമൊന്ന് അത് വന്ന് എന്നെ തിരിച്ചു വിളിക്കല്ലേ, എന്നെ നഷ്ടക്കാലിൽ ഉൾപ്പെടുത്തരുതേ എന്ന് ആത്മാർത്ഥമായി ഒന്ന് കണ്ണു നനച്ച് അള്ളാഹുവിന്റെ മുന്നിൽ പറയാൻ എനിക്കും നിങ്ങൾക്കും കഴിഞ്ഞിട്ടില്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ എത്രത്തോളം ബോധമില്ലാത്തവരാണ് ഈ റമളാനെ കുറിച്ച് എന്നതിനെ സംബന്ധിച്ച് നമ്മൾ വളരെ ഗൗരവത്തിൽ ആലോചിക്കേണ്ടതുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് അംർ ഇബ്നു മുറത്തുൽ ജുഹ്നി റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും, ഒരു മനുഷ്യൻ പ്രവാചകന്റെ മുന്നിൽ വരികയാണ്. എന്നിട്ട് ആ മനുഷ്യൻ ചോദിച്ചു, അശഹിദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്നക റസൂലുള്ളാഹ് വസല്ലൈതു സലവാത്തുൽ ഖംസ വസുംതു റമളാന വകുംതുഹു വഅദ്ദൈതു സകാത്ത്. അല്ലാഹുവിന്റെ പ്രവാചകരെ, അങ്ങ് അല്ലാഹുവിന്റെ ദൂതനാണ് എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. അല്ലാഹു അല്ലാതെ മറ്റൊരു ഇലാഹുമില്ല എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. 5 നേരം ഞാൻ കൃത്യമായി നമസ്കരിക്കുന്നു. വസുംതു റമളാന വകുംതുഹു, റമളാനിന്റെ പകലിൽ നോമ്പെടുക്കുകയും അതിന്റെ രാത്രി ഞാൻ നമസ്കരിക്കുകയും ചെയ്താൽ ഫമിമ്മൻ അനാ, ഞാൻ ആരുടെ കൂട്ടത്തിലാണ് നബിയേ? റസൂലുള്ളാഹി ചോദ്യം, റമളാനിൽ നോമ്പെടുത്ത് രാത്രി നമസ്കരിച്ചാൽ ആരുടെ കൂട്ടത്തിലാണ് ഉണ്ടാകുക? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശദീകരിച്ചു കൊടുക്കുന്നു, മിനസ് സിദ്ദീഖീന വശുഹദാ, പരലോകത്തതാ നിങ്ങൾ സത്യസന്ധന്മാരുടെ കൂട്ടത്തിലാണ്, ശുഹദാക്കളുടെ കൂട്ടത്തിലാണ് ഉണ്ടാവുക. അതുകൊണ്ട് റമളാനിൽ നോമ്പെടുത്താൽ പ്രിയപ്പെട്ടവരെ, സ്വർഗീയ ആരാമങ്ങളിൽ സത്യസന്ധന്മാരുടെ കൂട്ടത്തിൽ അവരുടെ നേതാവാരാണ്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അവരുടെ കൂടെ കഴിയാനുള്ള ഭാഗ്യം നമുക്ക് കിട്ടുമെന്നാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. ഇനി നോക്കൂ നിങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല റമളാനെ കുറിച്ച് പറയുകയാണ്. അതേ, തീർച്ചയായും റമളാൻ എന്ന് പറഞ്ഞാൽ അത് വിശുദ്ധ ഖുർആൻ അവതരിച്ച മാസം മാത്രമല്ല, മറ്റുള്ള പ്രവാചകന്മാർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല തൗറാത്തും ഇഞ്ചീലും സബൂറുമെല്ലാം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് കൊടുത്ത ഏടുകൾ ഇതെല്ലാം അവതരിപ്പിച്ചത് പരിശുദ്ധ റമളാനിലായിരുന്നു. പിന്നെ പ്രവാചകൻ പറയാണ്, ഇന്ന ഹാദ ശഹ്റു ഖദ് ഹളർതുകും, നിങ്ങൾക്കിതാ ഈ റമളാൻ മാസം വന്നെത്തിയിരിക്കുന്നു. വഫീഹി ലൈലത്തുൻ ഖൈറും മിൻ അൽഫി ശഹർ, ഇതിലൊരു രാത്രിയുണ്ട് മറ്റു 11 മാസങ്ങളും നിങ്ങൾ തെരഞ്ഞാൽ കിട്ടാത്ത രാത്രിയാണ്. ആ രാത്രിയുടെ പ്രത്യേകത, അത് 1000 മാസത്തേക്കാൾ പുണ്യമുള്ള ദിവസമാണ്. മൻ ഹുരിമ ഖൈറഹാ ഫഖദ് ഹുരിമ, അതിലെ ഖൈറുകൾ നഷ്ടപ്പെട്ടാൽ, ആ ലൈലത്തുൽ ഖദറെങ്ങാനും കിട്ടാതെ പോയാൽ പിന്നെ എല്ലാ ഖൈറുകളും നഷ്ടപ്പെട്ടവനാണ്. വലാ യുഹ്റമുൽ ഖൈറഹാ ഇല്ലൽ മഹ്റൂം, നഷ്ടം സംഭവിച്ചവനല്ലാതെ പിന്നെ ലൈലത്തുൽ ഖദർ നഷ്ടപ്പെടില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ കൃത്യമായി കൊണ്ട് പഠിപ്പിക്കുകയാണ്. അപ്പൊ സഹോദരങ്ങളെ, മറ്റുള്ള മാസത്തിൽ കിട്ടാത്ത എമ്പാടും അനുഗ്രഹങ്ങൾ ഈ മാസത്തിൽ അല്ലാഹു നമുക്ക് വാരിക്കോരി നൽകാണ്. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പാടിയത്, അതാ റമളാനു മസ്റഅത്തുൽ ഇബാദി ലിതത്ഹീരിൽ ഖുലൂബി മിനൽ ഫസാദി ഫഹദ്ദി ഹുഖൂഖഹു ഖൗലൻ വഫിഅല വസാദക വത്തഖിദുഹു ലിൽ മആദി
ഫമൻ സറഅൽ ഹുബൂബ വമാ സഖാഹാ തവവ്വഅ നാദിമൻ യൗമൽ ഹസാദി. അതാ റമളാൻ, നിങ്ങൾക്കിതാ റമളാൻ മാസം വന്നെത്തിയിരിക്കുന്നു. മസ്റഅത്തുൽ ഇബാദി, തന്റെ അടിമകൾക്കുള്ള കൃഷിസ്ഥലമാണ് റമളാൻ. അടിമകൾക്കുള്ള കൃഷിസ്ഥലമാണ് റമളാൻ. എന്നിട്ടോ ലിതത്ഹീരിൽ ഖുലൂബി മിനൽ ഫസാദി, അതുകൊണ്ട് ഹൃദയത്തിൽ നിന്ന് എല്ലാ അർത്ഥത്തിലുമുള്ള ഫസാദുകളിൽ നിന്ന് പ്രിയപ്പെട്ടവരെ ഹൃദയത്തെ ശുദ്ധീകരിക്കാൻ, എല്ലാ അർത്ഥത്തിലും നന്നാകാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നിരിക്കുകയാണ്. ഫഹദ്ദി ഹുഖൂഖഹു ഖൗലൻ വഫിഅല വസാദക വത്തഖിദുഹു ലിൽ മആദി. വസാദക വത്തഖിദുഹു ലിൽ മആദി, മടക്കസ്ഥാനത്തേക്കുള്ള വിഭവങ്ങൾ ഒരുക്കി സമ്പാദിക്കാനുള്ള കൃഷിസ്ഥലമാണ്. എന്നിട്ട് കവികൾ പറയുകയാണ്, തീർച്ചയായും ഒരു കർഷകനത വിത്ത് നടുകയും നനക്കാതിരിക്കുകയും അതിനെ പരിചരിക്കാതിരിക്കുകയും ചെയ്താൽ തവവ്വഅ നാദിമൻ യൗമൽ ഹസ്വാദി, വിളവെടുപ്പിന്റെ കാലത്തതാ അവൻ ഖേദിക്കേണ്ടി വരികയാണ്, വിളവെടുപ്പിന്റെ കാലത്ത് അവൻ ദുഃഖിക്കേണ്ടി വരികയാണ്. അതുകൊണ്ട് റമളാനിനെ ഉപയോഗപ്പെടുത്താത്ത മനുഷ്യർ നാളെ പരലോകത്ത് ഖേദിക്കേണ്ടി വരും, ദുഃഖിക്കേണ്ടി വരും. അപ്പൊ നമുക്ക് സഹോദരങ്ങളെ എല്ലാ അർത്ഥത്തിലുമുള്ള സാഹചര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല റമളാനിലൂടെ ഒരുക്കി തന്നിരിക്കുന്നു. ഉബൈദുല്ലാഹിൻ മുഹമ്മദ് തൈമി റഹിമഹുല്ലാ അദ്ദേഹം വിശദീകരിക്കുന്ന ഒരു സംഭവം കാണാം. അന്ന റജുലൻ മിൻ ആമതി ഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്തിൽപ്പെട്ട ഒരു ശ്രേഷ്ഠനായ മനുഷ്യൻ മരിക്കാൻ കിടക്കുകയാണ്. ഹലറതുഹുൽ വഫാത്ത്, അദ്ദേഹത്തിന്റെ മരണത്തിന്റെ സമയത്തതാ ഫജസിഅ ജസഅൻ ശദീദ വബകാ ബുകാഅൻ കസീറാ. പൂർവികരിൽപ്പെട്ട ഒരു വൃദ്ധനായ വ്യക്തി മരിക്കാൻ കിടക്കുകയാണ്. ഒരു സാർഥികനായ നല്ലൊരു വ്യക്തി മരിക്കുമ്പോ ഫജസിഅ ജസഅൻ ശദീദ, കഠിനമായി അദ്ദേഹം പേടിക്കുകയാണ്, പരിഭ്രാന്തിപ്പെടുകയാണ്. വബകാ ബുകാഅൻ കസീറ, ധാരാളമായി ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഫഖീല ലഹു ഫീ ദാലിക്, അദ്ദേഹത്തോട് എന്തിനാണ് താങ്കൾ ഈ സമയം ഇത്രയേറെ പ്രയാസം അനുഭവിക്കുന്നത്, കരഞ്ഞിരിക്കുന്നത് എന്ന് ചോദിക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞ മറുപടിയുണ്ട്, മാ അബ്കി ഇല്ലാ അലാ അയ്യസൂമ സ്വായിമൂന ലില്ലാ വലസ്തു ഫീഹിം. അദ്ദേഹം പറഞ്ഞ വാചകം എന്താ അറിയോ? മാ അബ്കി ഇല്ലാ അലാ യസൂമ, ഞാൻ മരിച്ചാലും ആളുകൾ ഇവിടെ നോമ്പെടുക്കുന്നവരായിരിക്കും, ഞാനേ പോകുന്നുള്ളൂ അല്ലേ, പക്ഷെ ബാക്കിയുള്ള ആളുകൾ ഇവിടെ ഉണ്ട്, അവർ നോമ്പെടുക്കും, പക്ഷെ വലസ്തു ഫീഹിം, ഞാൻ ആ കൂട്ടത്തിൽ ഉണ്ടായിരിക്കുകയില്ലല്ലോ. പിന്നെ അദ്ദേഹം പറയാണ് വയുസല്ലിയൽ മുസല്ലൂന വലസ്തു ഫീഹിം, ഞാൻ മരിച്ചാലും ആളുകൾ നമസ്കരിക്കുന്നവരാണ്, ഞാൻ ആ കൂട്ടത്തിൽ ഉണ്ടായിരിക്കുകയില്ലല്ലോ. വയദ്കുറഹദ്ദാകിറൂന വലസ്തു ഫീഹിം വദാകല്ലദീ അബ്കാനി, ഞാൻ മരിച്ചാലും അല്ലാഹുവിനെ കുറിച്ച് ഓർക്കുന്ന ആളുകളുണ്ടാവും, ഞാൻ മരിച്ചാലും നമസ്കരിക്കുന്നവരുണ്ട്, ഞാൻ മരിച്ചാലും നോമ്പെടുക്കുന്നവരുണ്ട്, പക്ഷെ അതിന് എനിക്ക് കഴിയില്ലല്ലോ, ഞാൻ അവരുടെ കൂട്ടത്തിൽ ഉണ്ടായിരിക്കുകയില്ലല്ലോ എന്നതാണ് എൻ്റെ പ്രയാസമെന്ന് മുൻഗാമികൾ ഒരാൾ അദ്ദേഹത്തിന്റെ മരണത്തിന്റെ സമയത്ത് പ്രിയപ്പെട്ടവരെ പറഞ്ഞു എന്നാണ്. അപ്പൊ നമ്മൾ ആലോചിക്കേണ്ടത് എന്താണ്? നമുക്ക് ഈ റമദാൻ എന്നത് ഏറ്റവും വലിയ അവസരമാണ്. കിട്ടുന്ന ഓരോ ദിവസവും നമുക്ക് മുതൽ കൂട്ടാൻ. അദ്ദേഹം പറഞ്ഞത് എല്ലാ വേദഗ്രന്ഥങ്ങളും അവതരിപ്പിക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല തെരഞ്ഞെടുത്ത മാസം, വിശുദ്ധ ഖുർആന്റെ അവതരണത്തിന് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല തെരഞ്ഞെടുത്ത മാസം, വർഷത്തിൽ അങ്ങനത്തെ ഒരു രാത്രി വേറെ മറ്റൊരു മാസത്തിലും അല്ലാഹു നൽകുന്നില്ല എന്ന് നമ്മോട് പറഞ്ഞ കാര്യം. വറമളാനു ഇലാ റമളാൻ മുകഫിറാത്തും മാ ബൈനഹുന്ന, റമളാൻ മുതൽ അടുത്ത റമളാൻ വരെ അതിന്റെ ഇടയിൽ സംഭവിക്കുന്ന പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് പൊറുത്തു തരുന്നതാണ്. പ്രവാചകൻ മിമ്പറിലേക്ക് കയറുമ്പോൾ ആമീൻ പറഞ്ഞ സംഭവം നമ്മൾ കേൾക്കാത്തവരല്ല. പ്രിയപ്പെട്ടവരെ, 3 തവണ ആമീൻ പറഞ്ഞു. ഒന്നെന്താണ്? പരിശുദ്ധ റമളാൻ ആർക്കെങ്കിലും വന്നു കിട്ടിയിട്ട് പാപം പൊറുക്കപ്പെടാത്തവനായി അവനതാ ശവ്വാലിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ അവൻ നരകത്തിൽ പോകട്ടെ എന്നാണ്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥനയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആമീനും ചേർന്ന് വന്ന പ്രിയപ്പെട്ടവരെ, നമ്മെ ഏറെ ചിന്തിപ്പിക്കേണ്ട ഒരു കാര്യമാണത്. ആ പ്രാർത്ഥനക്കൊരിക്കലും തടസ്സമില്ല. പ്രവാചകനാണ് ആമീൻ പറഞ്ഞത്, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമാണ് ആ പ്രാർത്ഥന നടത്തിയത്. എന്താണ്? റമളാൻ വന്നിട്ടും ചൊവ്വാലിൽ പ്രവേശിക്കുന്നത് പാപം കഴുകിക്കളയാത്തവനായ നിലക്കാണെങ്കിൽ
ഒരിക്കലും പാപം പൊറുക്കാത്ത വ്യക്തികളായിട്ടാണെങ്കിൽ നരകത്തിൽ പോകട്ടെ എന്നാണ്. അതുകൊണ്ട് അള്ളാഹു പറഞ്ഞത് ഈ റമളാനിൽ മൻ സ്വാമ റമളാന ഈമാനൻ വഹ്തിസാബ ഗുഫിറ ലഹുമാ തഖദ്ദമ മിൻ ദംബി. റമളാന്റെ പകൽ നോമ്പെടുത്താൽ കഴിഞ്ഞുപോയ പാപം ഞാൻ പുറത്തു നൽകാം. മൻ കാമ റമളാന, റമളാന്റെ രാത്രി നിന്ന് നമസ്കരിച്ചാൽ കഴിഞ്ഞുപോയ പാപങ്ങൾ ഞാൻ പുറത്തു നൽകാം. മൻ കാമ ലൈലത്തുൽ ഖദരി, ലൈലത്തുൽ ഖദറിന്റെ രാത്രിയിൽ ആരെങ്കിലും നിന്ന് നമസ്കരിച്ചാൽ കഴിഞ്ഞുപോയ പാപങ്ങൾ ഞാൻ പുറത്തു തരാം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വാക്ക് നൽകുകയാണ്. മനസ്സിലാവുന്നുണ്ട്? പാപം പുറത്തു കിട്ടാൻ. പ്രിയപ്പെട്ടവരെ, ഈ അവസരത്തിന് വേണ്ടി ആത്മാർത്ഥമായി നീയത്തിനെ കരുതാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അല്ലാഹുവേ, ഈ റമളാൻ വന്നാൽ അതിനെ എല്ലാ അർത്ഥത്തിലും ഞാൻ ഉപയോഗിക്കുമെന്ന് ഉറപ്പിച്ചു പറയാൻ, ആത്മാർത്ഥമായി മനസ്സറിഞ്ഞ് ഇഖ്ലാസോടുകൂടി പറയാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്നത് നമ്മളൊന്ന് പരിശോധിക്കാം. ഇനി സഹോദരങ്ങളെ, ഒന്ന് രണ്ട് ചില കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ, എന്നിട്ട് അവസാനിപ്പിക്കാം. പരിശുദ്ധ റമളാൻ നമ്മൾ ഏറ്റവും പ്രധാനമായി എടുക്കുന്ന ഇബാദത്ത് എന്താണ്? നോമ്പാണ്, അല്ലേ? എന്തിനാണ് നോമ്പെടുക്കുന്നത് എന്ന് ചോദിച്ചാൽ പലപ്പോഴും അതിൻ്റെ മുന്നിൽ പലരും പല മറുപടികളാണ് കണ്ടെത്തുക. ഇനി വരുന്ന വാട്സപ്പ് മെസ്സേജുകൾ, അതുപോലെ തന്നെ യൂട്യൂബ് ചാനലുകളിൽ വരുന്ന ഓരോ വീഡിയോസും നമ്മൾ കാണുമ്പോൾ തോന്നും ഇത് നമ്മുടെ ശരീരത്തിൻ്റെ ഭാരവും നമ്മുടെ പ്രഷറും ഷുഗറും കൊളസ്ട്രോളും സോഡിയവും തൈറോയിഡും എല്ലാം കുറക്കാനും അതൊക്കെ നോർമലാക്കാനും അത് കൃത്യമായ അളവിൽ കൊണ്ട് എത്തിക്കാനുള്ള മാസമാണ് റമളാൻ എന്ന് പല കാര്യങ്ങളും വായിക്കുമ്പോഴും കാണുമ്പോഴും നമുക്ക് തോന്നിപ്പോകും, അല്ലേ? യഥാർത്ഥത്തിൽ എന്തിനാണ് റമളാൻ? നമുക്ക് പട്ടിണിയുടെ വില അറിയാനാണോ? ഒരിക്കലുമല്ല. ദാഹത്തിൻ്റെ വിശപ്പിൻ്റെ വില മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണോ? ഒരിക്കലുമല്ല. നമ്മളെ പ്രയാസപ്പെടുത്താൻ വേണ്ടിയിട്ടാണോ? അല്ല. നോമ്പിൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ സഹോദരങ്ങളെ, ഇതൊന്നുമല്ലെങ്കിൽ നോമ്പിനൊറ്റ ലക്ഷ്യമേ ഉള്ളൂ, ലഅല്ലക്കും തത്തഖൂൻ. മനസ്സിലാവുണ്ടോ? ലഅല്ലക്കും തത്തഖൂൻ എന്ന ഒറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ. രണ്ടാം ഉമർ എന്നറിയപ്പെടുന്ന ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ പ്രത്യേകതയെക്കുറിച്ച് അദ്ദേഹത്തിന്റെ ഭാര്യ പറയുന്നുണ്ട്. എന്താ അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്നറിയോ? വല്ലാഹി മാ കാന ബി അക്സരിൻ നാസി സ്വലാ വലാ ബി അക്സരിഹിം സിയാമ. അദ്ദേഹം ജനങ്ങളുടെ കൂട്ടത്തിൽ ധാരാളം നോമ്പുള്ള വ്യക്തിയായിരുന്നില്ല, ധാരാളം നമസ്കാരമുള്ള വ്യക്തിയായിരുന്നില്ല. വലാകിൻ, പക്ഷേ അദ്ദേഹത്തിനൊരു പ്രത്യേകതയുണ്ട്. വല്ലാഹി മാ റഅയ്തു അഹദൻ അഖ്വഫ ലില്ലാഹി മിൻ ഉമർ. അല്ലാഹുവിനെ ഇത്രത്തോളം പേടിച്ചൊരു മനുഷ്യനെ ഞാൻ വേറെ കണ്ടിട്ടില്ല. സ്വന്തം ഭാര്യ പറയാണ്, അല്ലാഹുവിനെ ഇത്രത്തോളം പേടിച്ചൊരു വ്യക്തിയെ കണ്ടിട്ടില്ല. തുടക്കത്തിൽ പറഞ്ഞെന്താ? ജനങ്ങളുടെ കൂട്ടത്തിൽ കുറെ നോമ്പോ നമസ്കാരമൊന്നും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല, പക്ഷെ അല്ലാഹുവിനെ അദ്ദേഹം ധാരാളമായി പേടിച്ചിരുന്നു. എന്താ അത് പറയാൻ കാരണം എന്നറിയോ? ലഖദ് കാന യദ്കുറുല്ലാഹ ഫീ ഫിറാശിഹി. അദ്ദേഹം സ്വന്തം വിരിപ്പിൽ വെച്ച് അല്ലാഹുവിനെ ഓർക്കുന്നതാണ്. ഫയന്തഫിദുൽ ഇൻതിഫാദൽ ഉസ്ഫൂരി മിൻ ശിദ്ദത്തിൽ ഖൗഫ്. വിരിപ്പിൽ വെച്ച് അല്ലാഹുവിനെ ഓർത്തിട്ട് ഒരു കുരുവി കിടന്ന് വറക്കും പോലെ അദ്ദേഹം പേടിച്ച് ഇങ്ങനെ കിടന്ന് പിടക്കുമായിരുന്നു എന്നാണ്. അള്ളാഹിനെ കുറിച്ച് പേടിച്ചിട്ട് ഒരു കുരുവി വിറക്കും പോലെ വിറച്ചു എന്ന്. എത്രത്തോളം? ഹത്താ നഖൂൽ, ഞങ്ങളിങ്ങനെ പറയും, ലയുസ്ബിഹന്ന നാസു വലാ ഖലീഫത ലഹും. പ്രഭാതമായി കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഇതായി ഖലീഫ ഉണ്ടാകില്ല. അദ്ദേഹം രാജ്യം ഭരിക്കുന്ന ഭരണാധികാരിയായിരുന്നു, അദ്ദേഹം ഉണ്ടാകില്ല എന്ന് പറയപ്പെടുമാറ് അദ്ദേഹം അത്രത്തോളം ഇദ്ദേഹത്തിന് ഇങ്ങനെ പേടി തോന്നിയിട്ട് മരണം സംഭവിക്കുമോ എന്ന് ഞങ്ങൾ ഭയപ്പെട്ടിരുന്നു എന്നാണ്. ഇതാണ് തഖ്വ എന്ന് പറഞ്ഞാൽ. സഹോദരങ്ങളെ, അത് നോമ്പിലൂടെ ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് സാധിക്കും. എങ്ങനെ? നമസ്കാരം എന്ന് പറഞ്ഞാൽ ഒരാളും അറിയാതെ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ചാലും ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ ഒന്ന് കണ്ടെന്ന് വരും, അല്ലേ? ഒരു മനുഷ്യന് സ്വതക്ക കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചു, സ്വതക്ക കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചാലും ആരെങ്കിലുമൊക്കെ ഒന്ന് അറിയും. ഇനി ആരറിഞ്ഞിട്ടില്ലെങ്കിൽ കൊടുക്കപ്പെട്ട വ്യക്തിയെങ്കിലും അറിയും. ഹജ്ജും ഉംറയും ഒരാളും അറിയാതെ ചെയ്യാനും കഴിയില്ല. പക്ഷെ നോമ്പോ ഒരാളും അറിയാതെ നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യമാണ്. ഒരാൾക്ക് നോമ്പുണ്ടോ ഇല്ലേ എന്നത് അവനും പടച്ചോനും മാത്രം അറിയുന്ന കാര്യമാണ്. ഒറ്റ ഉദാഹരണത്തിന്, നമ്മളൊക്കെ പണ്ട് ചെറുപ്പത്തിൽ അല്ലേ, ചിലപ്പോൾ ളുഹറിനോ അസറിനോ ഒക്കെ നമ്മൾ നോമ്പിൻ്റെ രുചി ഹൗദിലെ വെള്ളം കൊണ്ടും അല്ലെങ്കിൽ ഏതെങ്കിലും സ്കൂളിലെ ടാപ്പിലെ വെള്ളം കൊണ്ടൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും. ഞരമ്പെല്ലാം കുതിർന്നിട്ടുണ്ടാവും, ദാഹമെല്ലാം തീർന്നിട്ടുണ്ടാവും. പക്ഷേ മഗ്രിബിന് ആ നോമ്പ് തുറക്കുന്ന തീന്മേശയിൽ
അല്ലെങ്കിൽ നോമ്പ് തുറക്കുന്ന ആ വേളയിൽ ഏറ്റവും ക്ഷീണമുള്ള നോമ്പുകാരൻ നമ്മളായിരിക്കും. നമ്മളെ നോമ്പ് എപ്പോഴോ തീരുമാനമായിട്ടുണ്ടാവും. പക്ഷേ വൈകുന്നേരം നോമ്പ് തുറക്കുന്ന സമയത്ത്, മഗ്‌രിബിന്റെ നോമ്പ് തുറക്കുന്ന സമയത്ത് ഏറ്റവും ക്ഷീണമുള്ള നോമ്പുകാരൻ നമ്മളാണ്. എന്തേ കാരണം? ഇതാർക്കും അറിയില്ല, അല്ലേ? ഇത് അത്രയും രഹസ്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല വെച്ചൊരു ഇബാദത്താണ്. ഒരാൾക്ക് നോമ്പില്ലെങ്കിലും നോമ്പുകാരനെ പോലെ അഭിനയിക്കാം, അറിയില്ല. അപ്പൊ നമ്മുടെ തഖ്വ അളക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കർമ്മമാണ് നോമ്പ്. നമ്മുടെ സ്വന്തം വീട്ടിലാണ്, ബെഡ്റൂമിലാണ്, ഒരു കുപ്പി വെള്ളം ഇരിക്കുന്നുണ്ട്, നല്ല ദാഹമുണ്ട്, തൊണ്ട വറ്റുന്നുണ്ട്, ചുണ്ടുണങ്ങുന്നുണ്ട്, വായിലൊന്നുമില്ല, പ്രിയപ്പെട്ടവരെ ആരും കാണുന്നില്ല, ഭാര്യയില്ല, ആരുമില്ല, പക്ഷെ അത് കുടിക്കുന്നില്ല. എന്തേ? മുകളിൽ അള്ളാഹു ഉണ്ട്, അല്ലേ? നമ്മൾ തഖ്വ പരിശീലിക്കാൻ, നമ്മൾ തഖ്വ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കണം നോമ്പിലൂടെ. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നോമ്പിന്റെ ലക്ഷ്യം പറഞ്ഞത് തഖ്വയാണ്. അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കാനുള്ളൊരു സാഹചര്യത്തിലേക്ക്, അവസ്ഥയിലേക്ക് നിങ്ങളെ പരിശീലിപ്പിച്ചു കൊണ്ടുവരികയാണ്. എന്തിനാ തഖ്വ? എന്തിനാ തഖ്വ? പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിൽ പോകണമെങ്കിൽ തഖ്വ വേണമെന്നാണ്, അല്ലാത്തൊരു സ്വർഗത്തിൽ പോകില്ല. വഇൻ മിൻകും ഇല്ലാ വാരിദുഹാ കാന അലാ റബ്ബിക ഹത്മൻ മഖ്ദിയ സുമ്മ നുനജ്ജിൽ ലദീന തഖൗ വനദറു ളാലിമീന ഫീഹാ ജിസിയ. നരകത്തിന്റെ വക്കിലെത്താത്തവരായി നിങ്ങളിൽ നിന്ന് ആരും തന്നെയില്ല. സുമ്മ നുനജ്ജിൽ ലദീന തഖൗ, അവിടെ നിന്ന് രക്ഷപ്പെടുന്നത് ആരെന്നറിയുമോ? അതാ തഖ്വയുള്ള ആളുകളാണ്. നരകത്തുനിന്ന് രക്ഷപ്പെടുന്ന ആളുകൾ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ഭയപ്പെട്ട് ജീവിക്കുന്ന ആളുകൾക്ക് മാത്രമേ രക്ഷയുള്ളൂ എന്നാണ്. വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബികും വജന്ന അർളുഹസ് സമാവാതു വൽ അർദ് ഉഇദ്ദത് ലിൽ മുത്തഖീൻ. ആർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശഭൂമിയോളം പ്രവിശാലമായ സ്വർഗ്ഗം ഒരുക്കി വെച്ചിട്ടുള്ളത്? ഉഇദ്ദത് ലിൽ മുത്തഖീൻ, തഖ്വയുള്ള ആളുകൾക്കാണ്, അല്ലേ? വഉസിലിഫത്തിൽ ജന്നത്തു ലിൽ മുത്തഖീന ഗൈറ ബഈദ്. സ്വർഗ്ഗം ഇതാ അടുപ്പിക്കപ്പെടുകയാണ്. ആർക്കാണ്? തഖ്വയുള്ള ആളുകൾക്കാണ്, അല്ലേ? വലൗ അന്ന അഹ്ലുൽ ഖുറ ആമനു വത്തഖൗ ലഫതഹ്നാ അലൈഹിം ബറകാതിൻ മിനസ് സമാഇ വൽ അർദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശത്തും ബർക്കത്ത് ഇട്ടു തരുന്നു പറഞ്ഞു. ആർക്കെന്നറിയോ? വലൗ അന്ന അഹ്ലുൽ ഖുറ ആമനു വത്തഖൗ, വിശ്വാസവും തഖ്വയും ഉള്ള ആളുകൾക്ക്. എന്താ തഖ്വ? കല്ലും മുള്ളുമുള്ള വഴിയിൽ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ ശരീരത്തിൽ തട്ടാതെ, വസ്ത്രം കീറാതെ, ശരീരം മുറിയാതെ എത്രത്തോളം നമ്മൾ ശ്രദ്ധയോടെ സൂക്ഷ്മതയോടെ നടക്കുന്നുണ്ടോ, അതാണ് തഖ്വ എന്ന് പറഞ്ഞാൽ. ജീവിതത്തിന്റെ വഴികളിൽ നമ്മളെ പിടിച്ചു വലിക്കാൻ പല തിന്മകളും, കണ്ണാൽ കാണുന്നത്, കാതുകൊണ്ട് കേൾക്കുന്നത്, ഹൃദയം കൊണ്ട് ചിന്തിക്കുന്നത്, കൈകൾ കൊണ്ട് എത്തിപ്പിടിക്കുന്നത്, കാലുകൾ കൊണ്ട് നടന്നു പോകുന്നത്, അല്ലേ? ഇങ്ങനെയുള്ള എല്ലാ അർത്ഥത്തിലും വിട്ടുനിന്ന് നമ്മെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിലേക്കുള്ള വഴിയിൽ, അള്ളാഹുവിലേക്കുള്ള മാർഗത്തിൽ, അള്ളാഹുവിലേക്കുള്ള സഞ്ചാരത്തിലായിരിക്കണം ഓരോരുത്തരും. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ നോമ്പിലൂടെ വളരെ പ്രധാനപ്പെട്ട ലക്ഷ്യമാക്കി വെച്ചിരിക്കുകയാണ്. തീർന്നില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊരു മനുഷ്യൻ വന്നിട്ട് ചോദിക്കുക, റസൂലേ, ഏറ്റവും നല്ല കർമ്മേതാണ്? നമ്മൾ കേട്ട കാര്യമാണ്, നോമ്പാണെന്നാണ്, അല്ലേ? ലാ ഇദ്ല ലഹു ലാ മിസ്ല ലഹു എന്നാണ്. അതിന് തുല്യമായി മറ്റൊരു കർമ്മമില്ല. ആ നോമ്പുകാരന് പ്രത്യേകമായ ഒരു ദാഹശമന കവാടം പോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിൽ റയ്യാൻ എന്ന് പറയുന്ന ഒരു കവാടം ഒരുക്കി വെച്ചിട്ടുണ്ട് എന്നാണ്. നോമ്പുകാരല്ലാത്ത ഒരാളും അതിലൂടെ കയറുകയില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചു. പിന്നെ റസൂലുള്ളാഹി പറയാണ്, കണക്കില്ലാത്ത പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുമാത്രമല്ല, നോമ്പുകാരന്റെ വായുടെ ആ കുറെ നേരം ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ അവന് സംഭവിക്കുന്ന വായക്ക് വരുന്ന ഗന്ധമുണ്ടല്ലോ, അത് അല്ലാഹുവിന്റെ അടുക്കൽ കസ്തൂരിയേക്കാൾ സുഗന്ധമുണ്ട് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. അതിനപ്പുറം നോമ്പുകാരന് രണ്ട് സന്തോഷമുണ്ട് എന്നാണ്. ഒന്ന്, അവൻ നോമ്പ് പൂർത്തീകരിക്കുന്നതിൻ്റെ സന്തോഷം. രണ്ടാമത്തേതാകട്ടെ ഹീന യൽക്കാ റബ്ബഹു, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കണ്ടുമുട്ടുമ്പോഴുള്ള സന്തോഷം എന്നതാണ്. അപ്പൊ നമ്മുടെ നോമ്പുകൾ യഥാർത്ഥത്തിൽ നോമ്പായി തീരണം. മനസ്സിലാവുണ്ടോ? ആ നോമ്പ് നമുക്ക് വേണ്ടി ശുപാർശ പറയണം, വെറും പട്ടിണിയാകരുത്. നമ്മുടെ നാട്ടിലെ നോമ്പിന്റെ കാലം എന്ന് പറഞ്ഞാൽ എങ്ങനത്തെ കാലാണ്? ഇപ്പോഴേ നമ്മൾ പറഞ്ഞൊരു വാചകമുണ്ട്, എന്തൊരു ചൂടാണ്, നോമ്പെടുത്ത എന്താ അവസ്ഥ, അല്ലേ? ഇത് പറഞ്ഞിട്ടാ നോമ്പെടുക്കാൻ പോണത്, പിന്നെ എങ്ങനെ ഉണ്ടാവും?
നോമ്പിൻ്റെ അവസ്ഥ. പിന്നെ പലരും പല രൂപത്തിലാണ് നോമ്പിനെ കാണുന്നത്. ചിലവർക്ക് എന്ന് പറഞ്ഞാൽ രാവിലെ കഴിക്കുന്ന ഭക്ഷണം കുറച്ച് നേരത്തെ കഴിച്ചു, ഉച്ചക്ക് കഴിക്കുന്ന ഭക്ഷണം കുറച്ച് വൈകി കഴിച്ചു, അതല്ലാതെ ഒരു മാറ്റമില്ല. ചിലർ കുറേ ഉറങ്ങി തീർക്കലാണ്, ഉറക്കം കളാ കൂട്ടലാണ്. മനസ്സിലാവുണ്ടോ? സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം പിന്നീട് നിരീക്ഷണ ഗവേഷണങ്ങളുടെ സമയമാണ്. എങ്ങനെ ചുവന്ന വെള്ളം ഉണ്ടാക്കാം, എങ്ങനെ അല്ലേ സമൂസ മടക്കാം, എങ്ങനെ പപ്സ് മടക്കി പൊരിച്ചിട്ട് അതിൻ്റെ മുകളിൽ കോല് കുത്താം എന്നൊക്കെ ഗവേഷണമാണ്. കോഴിയൊക്കെ ഇനി കുറേ ഇടങ്ങാറാവും. മനസ്സിലാവുണ്ടോ? കോഴിയൊക്കെ ഇനി കുറേ ഇടങ്ങാറാവും. അതിനെന്തൊക്കെ ചെയ്യാന്ന് ഇതിനെന്നെ അറിയില്ല. ഇപ്പം നമ്മൾ തന്നെ നോക്കി നോക്കി, ഇപ്പം തന്നെ അവസ്ഥ നോക്കി നോക്കി അല്ലേ, ഫുള്ള് യൂട്യൂബാണ്. റമദാനിൽ പകൽ മൊത്തം യൂട്യൂബ്. എന്തിനാ? മഗ്‌രിബിന് എന്താ ഉണ്ടാക്കുക എന്നുള്ള ഗവേഷണമാണ്. അപ്പൊ ഈ നോമ്പ് എന്ന് പറഞ്ഞാൽ ഇതേപോലെ പലരും പല കോലത്തിലാണ്. യുവാക്കളുടെ പ്രത്യേകത ഞാൻ പറയട്ടെ, അവർക്ക് പ്രത്യേകമായി ഇനി വാട്സപ്പിൽ ഗ്രൂപ്പൊക്കെ വരും. എന്താ ഗ്രൂപ്പ് എന്നറിയോ? ഗ്രൂപ്പിലുള്ള ഡെയിലി മെസ്സേജ് സമൂഹത്തിൽ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള പള്ളികളിൽ ഏറ്റവും നല്ല ഫുഡ് കിട്ടുന്ന പള്ളി അതിൽ അറിയിപ്പുണ്ടാവും. ഏറ്റവും നല്ല ഫുഡ് ഏത് പള്ളിയിലാണെന്നുള്ളത്. എന്നാൽ കുറച്ചങ്ങോട്ട് പ്രായം വലുതായി ഭാര്യയും കുട്ടിയും ജോലിയൊക്കെ ഉള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഗവേഷണം എന്താ അറിയോ? പെട്ടെന്ന് തറാവീഹ് കഴിയുന്ന പള്ളി ഏതാ, അവിടെ പോയി നിസ്കരിക്കാം. പെട്ടെന്ന് തറാവീഹ് കഴിയുന്ന പള്ളി ഏതാണ്, അവിടെ പോയി നിസ്കരിക്കാം. അവർ പറയും ഇങ്ങനെ പറയും ഇങ്ങനെ പറയും, അവിടെ ചെന്നാൽ മതി, അത് വേഗം കഴിയും, ഞാനവിടെ പോലെ, ഇവിടെ ചെന്നാൽ കുറേ സമയം പോകും അല്ലേ, ഇങ്ങനെ പറയാൻ നമ്മൾ കേട്ടില്ലേ? ഇങ്ങനെ പല കോലത്തിൽ പല വിധത്തിലാണ് ആളുകൾ റമദാനെ കാണുന്നത്. ചിലർ റമദാന്റെ തലേ ദിവസം പോയിട്ട് ലാബിൽ പോയിട്ട് ടെസ്റ്റ് ചെയ്യാൻ, ഞാൻ നേരത്തെ പറഞ്ഞ ഈ സാധനങ്ങളൊക്കെ, പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ, BP, സോഡിയം, തൈറോയിഡ്, എന്നിട്ട് ലാബറിനോട് പറയും 1 മാസം കഴിഞ്ഞിട്ട് വരണിട്ടോ, മാറ്റണ്ടോന്ന് അറിയാനാണ് അല്ലേ. ചിലർ വെയിറ്റ് നോക്കുകയാണ്. ഇപ്പം ഈ അടുത്ത് ഒരു യൂട്യൂബ് തുറന്നപ്പോൾ കണ്ടതാണ്, നോമ്പിൽ 2 ഭക്ഷണം ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് 6 നേട്ടങ്ങൾ കിട്ടും. നോമ്പ് കാലത്ത് 2 ഭക്ഷണം ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് 6 നേട്ടം കിട്ടും. അപ്പൊ എല്ലാവരും പോയി തുറന്നു നോക്കുക, എന്താ 6 നേട്ടം? ഇങ്ങനെ നമ്മളെ വഴി പിഴപ്പിക്കാൻ വേണ്ടി കുറേ ആളുകൾ പല വിധത്തിൽ പല കോലത്തിൽ പ്രിയപ്പെട്ടവരെ ഈ റമദാൻ കാലത്ത് ഇറങ്ങും. നമ്മൾ അതിലേക്കൊന്നല്ല സമയം കൊടുക്കേണ്ടത്. നമ്മുടെ നോമ്പ് അത് യഥാവിധം അള്ളാഹുവിലേക്കുള്ളതാകണം എന്ന് വിചാരിച്ചു മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. പിന്നെ പരിശുദ്ധ റമദാനിൽ നോമ്പ് എന്തായാലും നമ്മൾ എടുക്കണ കാര്യമാണ്. അതിപ്പോൾ നോമ്പ് എടുക്കാത്തവരെ കുറിച്ച് നമ്മൾ അതിന് ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. എന്നാൽ ചില കുട്ടികളുണ്ട്, നിർബന്ധമായ കുട്ടികൾ, ചില യുവാക്കളുണ്ട്, ക്യാമ്പസിൽ പഠിക്കുന്ന ചില വിദ്യാർത്ഥികളുണ്ട്, പ്രായമെത്തിയ ചില മനുഷ്യന്മാരുണ്ട്. മനസ്സിലാവുണ്ടോ? അവർ നോമ്പെടുക്കാത്തവരാണ്. ഭാര്യമാര് റമദാൻ കാലഘട്ടത്തിൽ പ്രയാസപ്പെടുത്തുന്ന ആളുകളുണ്ട്. റസൂലുള്ളാഹി പറയണ, നരകത്തിൽ തല കീഴ്മേലാക്കി കീഴ്മേൽ മറിച്ചിട്ട് കാലിൻ്റെ മടമ്പ് ഭാഗത്ത് കൊളത്തിട്ട് മുഖം പിളർത്തിയിട്ട് ചിറികളിലൂടെ രക്തമൊലിക്കുന്ന ചില കാഴ്ചകൾ കണ്ടു എന്നാണ്. തല കീഴ്മേലാണ്, കാലിൻ്റെ ഭാഗത്ത് കൊളത്തിട്ടിട്ടുണ്ട്, എന്നിട്ട് വായ പിളർത്തിയിട്ട് ചിറികളിലൂടെ കവിളുകളിലൂടെ രക്തമൊലിക്കുന്ന ചില ആളുകൾ. അതാരാണെന്ന് ചോദിച്ചപ്പോൾ നോമ്പിൻ്റെ വിഷയത്തിൽ ശ്രദ്ധ പാലിക്കാത്തവരാണ്. നോമ്പെടുക്കാത്തവര്, സമയം എത്തുന്നതിൻ്റെ മുന്നേ മുറിച്ചോര്, അകാരണമായി നോമ്പിനെ ഒഴിവാക്കിയ മനുഷ്യന്മാർ, ഒരു കാരണം ഉണ്ടാവില്ല. മനസ്സിലാവുണ്ടോ? എന്നിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിച്ച് നൽകിയ ഈ മാസത്തിലെ നിർബന്ധമായ നോമ്പിനെ പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെടുത്തിയാൽ വേദനാജനകമായ ശിക്ഷയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുക. അതുകൊണ്ട് ഒരു കാരണവും ഇതിന്റെ മുന്നേ നമുക്ക് പറയാൻ കഴിയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല കാരണം വെച്ചതല്ലാതെ യാത്രക്കാരാകട്ടെ, രോഗികളാകട്ടെ, വാർദ്ധക്യ സഹജമായ പ്രയാസങ്ങളുള്ളവരാകട്ടെ, ഇങ്ങനെ ചില ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇളവ് കൊടുത്തിട്ടുണ്ടെങ്കിൽ, നമ്മളാൽ നമുക്ക് വേണ്ടി ഇളവ് കണ്ടെത്തിയിട്ട് നോമ്പിനെ നഷ്ടപ്പെടുത്തിയാൽ ഈ ശിക്ഷ നമുക്കുള്ളതാണ്. ഇത് നമ്മൾ ആരെയോ കുറിച്ച് ചിന്തിക്കുന്നുണ്ടെങ്കിൽ നാളെ ആ വിഭാഗത്തിൽ നമ്മൾ ഉൾപ്പെടാതിരിക്കാൻ നോമ്പ് ഒരിക്കലും നഷ്ടപ്പെടുത്തില്ല എന്ന ഉറപ്പ് നമുക്ക് ഉണ്ടാകണം. രണ്ടാമത്തെ കാര്യം, റമദാൻ മാസത്തിൽ പ്രിയപ്പെട്ടവരെ നമ്മുടെ നമസ്കാരങ്ങളുടെ വിഷയത്തിൽ കണിശത പാലിക്കലാണ്. ചിലർക്ക് ളുഹർ ഉണ്ടാകില്ല, അസർ ഉണ്ടാകില്ല, പിന്നെ മഗ്‌രിബിനാണ് കൂടുക. മനസ്സിലാവുണ്ടോ? മഗ്‌രിബിനാണ് കൂടുക. മഗ്‌രിബിന്റെ മാഗിന്റെ സമയം കൃത്യമായിട്ട് അറിയും. അസറിന്റെ അറിയോ? അറിയില്ല. ളുഹറിന്റെ അറിയോ? അറിയില്ല. കാരണം മഗ്‌രിബ് ആവശ്യമാണ്, വയറ്റിന്റെ ആവശ്യമാണ്. മനസ്സിലാവുണ്ടോ? സുബഹി അതുണ്ടാവില്ല.
അത്താഴം കഴിച്ചിട്ട് ഉറക്കാണ്, പിന്നെ ഓണാകല് സൂര്യ ഉദിച്ചിട്ടാണ്. അപ്പൊ അങ്ങനെ ആകരുത്. നമസ്കാരങ്ങളുടെ വിഷയത്തിൽ നമുക്ക് കണിശത പാലിക്കാൻ കൃത്യമായി കഴിയേണ്ടതുണ്ട്. മൂന്നാമത്തെ കാര്യം രാത്രി നമസ്കാരമാണ്. രാത്രി നമസ്കാരം എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ ഏത് പള്ളി, അത് സുന്നി, മുജാഹിദ്, ജമാഅത്ത്, തബ്ലീഗ്, ഏത് പള്ളിയാണെങ്കിലും ഒന്നാമത്തെയും രണ്ടാമത്തെയും മൂന്നാമത്തെയും ഏറിക്കൂടിയ ഒരു 10 ദിവസം വരുന്ന ആളുകൾ രണ്ടാമത്തെ 10-ലെത്തിയ പിന്നെ ഓരെ കാണൂല. അവർ സ്വർഗം ഉറപ്പിച്ച് പിന്നെ നിസ്കാരം ഒഴിവാക്കിയവരാണ്, അല്ലേ? അവർ കിട്ടി 10 ദിവസം കൊണ്ട് നേടിയിട്ട് ഒരു പോയി. നമ്മൾ പാവങ്ങൾ, നമ്മൾ എല്ലാ ദിവസവും ഇങ്ങനെ വന്ന് നിസ്കരിക്കാം. അപ്പൊ ഒരു ദിവസത്തിന്റെ ആദ്യത്തെ ഒരു ആവേശം നമുക്ക് ഉണ്ടാകരുത്. എന്നും ഒരേ ആവേശത്തിന് നിർത്താൻ കഴിയണം. എന്തേ നമുക്ക് നിൽക്കാൻ കഴിയാത്തത്? നമുക്ക് എന്തേ മടി തോന്നുന്നത്? പ്രിയപ്പെട്ടവരെ, നമ്മൾ ചിന്തിച്ചാൽ ഈ പരലോകത്ത് നമ്മൾ നിൽക്കുകയാണ്. എങ്ങനെയാണെന്നറിയോ? ഒരു ദിവസം എന്ന് പറഞ്ഞാൽ 50,000 വർഷമാണ്. അന്ന് അവിടെ രക്ഷപ്പെടണമെങ്കിൽ ഇന്ന് ഇവിടെ കുറച്ച് നിന്നാ പോരെ, ഇവിടെ കുറച്ച് നിന്നാ പോരെ. നമ്മൾ തമാശക്ക് പറയലുണ്ട്, പണ്ട് 23 നമസ്കരിക്കുന്ന ഒരാള് നാട്ടിലെ ഒരു പള്ളിയിൽ 8 റക്അത്താണ് തറാവീഹ് എന്ന് കേട്ടപ്പോൾ വേഗം കഴിഞ്ഞു പോക എന്ന് വിചാരിച്ചു വന്നു എന്നാണ്. പക്ഷെ വന്നു കഴിഞ്ഞപ്പോഴാണ് മൂപ്പര് പിടിച്ചതിലും വലുതാണ് മാളത്തിൽ എന്ന് പറഞ്ഞ പോലെ ഇവിടെ വന്നപ്പോൾ അങ്ങോട്ട് കുടുങ്ങി. എങ്ങനെ? അവിടെ 23 വേഗം തീർക്കലാണ്, അല്ലേ? വേഗം തീർക്കലാണ്. അങ്ങനെ കുത്തിമറിയാണ്. ദഹിക്കാൻ നല്ലതാണ്, വയറ്റിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വേഗം ദഹിക്കാൻ, എക്സസൈസിനൊക്കെ നല്ലതാണ്. പക്ഷെ നിസ്കാരാവൂല. നിസ്കാരം എന്ന് പറഞ്ഞാൽ എന്താ? അതിന് ഖുശൂ ഉണ്ടാകണം, അടക്കുണ്ടാകണം, ഒതുക്കുണ്ടാകണം. ഇത് ഓതണം എങ്ങനെയാണ്? ഇനാത്തനേക്കൽ കൗസർ വസൂലി റബ്ബിക്ക് വനഹറിന ജാനിയൊക്കെ ലോവർത്തൻ. അപ്പൊ പിന്നിലുള്ള ഒരാൾ പറഞ്ഞു എന്നാണ്, ഉസ്താദ് നിങ്ങൾക്ക് അത്ര തിരക്കുണ്ടെങ്കിൽ റുക്കൂക്ക് പോയിക്കൊള്ളിയും, ബാക്കി ഞങ്ങൾ ഓതിയിട്ട് അങ്ങോട്ട് വരണ്ടേന്ന്. ഇങ്ങനെയാണ് ഓതണത്. അപ്പൊ നമ്മുടെ പള്ളിയിൽ അങ്ങനല്ല. നമ്മൾ പള്ളി ഉണ്ടാക്കിയത് അതിന് വേണ്ടിയിട്ടല്ല. മറ്റു പള്ളികൾ നമ്മളെ പള്ളികളെ വേർതിരിക്കുന്ന സുന്നത്തനുസരിച്ച് നമ്മൾ നമസ്കരിക്കും, അല്ലേ? അപ്പൊ സുദീർഘമായി നമ്മൾ ഓതും. ഇയാള് കുട്ടിനൊക്കെ കൂട്ടി ടോർച്ചൊക്കെ പൊടിച്ച് വേഗം പോകാം എന്ന് വിചാരിച്ചു വന്നതാണ്. പക്ഷെ വന്നപ്പോഴാണ് കളി മാറിയത്. 2 റക്അത്ത് കഴിഞ്ഞപ്പോൾ മൂപ്പര് തീരുമാനിച്ചു ഇനി ഈ പള്ളിക്കില്ല. 4 റക്അത്ത് കഴിഞ്ഞപ്പോൾ മോനോട് പറഞ്ഞു, വാപ്പാന്റെ കുട്ടി വേണമെങ്കിൽ പോയിക്കോട്ടെ, വാപ്പ കൊണ്ട് വരണ്ട് എന്ന് പറഞ്ഞു. 8 റക്അത്ത് കഴിഞ്ഞപ്പോൾ മൂപ്പര് തീരുമാനിച്ചു ഇനി ജന്മം ഉണ്ടെങ്കിൽ ഈ പള്ളിയുടെ വാതിൽ ഞാൻ കടക്കൂലെന്ന് തീരുമാനിച്ച് കുട്ടിനെയും പിടിച്ച് ടോർച്ചൊക്കെ എടുത്ത് മൂപ്പര് ഓടുകയാണ്. അപ്പോൾ ഒരാൾ ചോദിച്ചു എങ്ങോട്ടീ പോകണമെന്ന് ചോദിച്ചു. അല്ല നിസ്കാരം കഴിഞ്ഞാൽ ഞാൻ പോവാന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു ഇല്ല വിത്രും കൂടി ഉണ്ട് എന്ന് പറഞ്ഞു. ആൾ ഈ ഓടുന്നതിന് ഇടയ്ക്ക് കേട്ടത് ഇത്രയും കൂടി ഉണ്ടെന്നാണ്. ഏത്? ഇപ്പം ഈ കഴിഞ്ഞ 8 കൂടി ഇഞ്ഞുണ്ട് എന്ന്. ഇതന്നെ മൂപ്പരെങ്ങനെ, അല്ലേ? ഇതന്നെ കഴിച്ചു കൂട്ടാൻ പെട്ട പാട് മൂപ്പരിക്കാരുള്ളൂ. ഇനി ഇത്രയും കൂടി ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ മൂപ്പര് എന്ത് ചെയ്തു? നേരെ മകന്റെ കയ്യിൽ ടോർച്ച് കൊടുത്തിട്ട് പറഞ്ഞു, വാപ്പാന്റെ കുട്ടി എന്ത് ചെയ്തോ, ഇതാ കല്ലും മുള്ളും പാമ്പിനെയും കുണ്ടും കൂടിയൊക്കെ നോക്കിയിട്ട് പോയിക്കോ, വീട്ടിലെത്തിയിട്ട് ഉമ്മാനോട് പറയും വാപ്പ ജീവണ്ടെങ്കിൽ അങ്ങോട്ട് വരും എന്ന് പറഞ്ഞിട്ടുണ്ട്, അല്ലേ? ഇത് നമ്മൾ തമാശക്ക് വേണ്ടി പറഞ്ഞതാണ്. പക്ഷെ ഇത് തമാശ അല്ലത്, കാര്യമാണ്. സഹോദരങ്ങൾ, നമ്മൾ 2 റക്അത്ത് നമസ്കാരത്തിന് ഇമാമിന് കൊടുത്തൊരു സമയമുണ്ട്, 10 മിനിറ്റ് കൂടാൻ പാടില്ല. ഒരു റക്അത്തിൽ ഓതേണ്ടത് ഒരു പേജ്. എങ്ങാനും ആ പേജ് ആർക്കെങ്കിലും മനപ്പാടുണ്ടെങ്കിൽ ആ പേജിന്റെ അവസാനത്തെ ആയത്തെത്തിയാൽ പിന്നിലുള്ളവരൊക്കെ കൈയ്യട്ടിയിട്ട് ഇങ്ങനെ കാത്തുക്കണാണ് അങ്ങോട്ട് പോകാന്, റുക്കൂക്ക് പോകാന്. ഇമാമ് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞിട്ടുണ്ടാവില്ല, എന്നാൽ മൂപ്പര് കയ്യൊക്കെ അഴിച്ചിട്ട് ഇങ്ങനെ നിൽക്കും, ഇപ്പൊ പോയി വിചാരിച്ചിട്ട്. കാരണം നമുക്കൊരളവുണ്ട്, അതിന്റെ കൂടുതൽ പാടില്ല എന്നുള്ളതാണ്. ഇപ്പൊ നമ്മൾ പറയും മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു നമസ്കരിച്ച അല്ലെങ്കിൽ 11 റക്അത്ത് നമസ്കരിക്കാൻ പറഞ്ഞ സംഭവം നമ്മൾ മറ്റുള്ളവർക്കെതിരെ ഉദ്ധരിക്കലുണ്ട്. മഹാനായ കഅബ് ബിൻ മാലിക്, തമീമുദ്ദാരി, ഈ 2 സ്വഹാബികളോടാണ് റസൂലുള്ളാഹി ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു കൽപ്പിച്ചത് റകഅതൻ ഫി റമളാൻ, റമളാനിൽ നിങ്ങൾ 11 റക്അത്ത് നമസ്കരിക്കണം. ഇതാണ് നമ്മൾ മറ്റുള്ളവർക്ക് തെളിവ് പറയാം. എന്നിട്ട് എന്താ പറയുന്നറിയോ? ഫകാനൽ ഖാരിഉ യഖറഉ ബിൽ മിഈൻ. ബാക്കി നമ്മൾ പറയലില്ല. എന്താ പറയാത്ത എനിക്കറിയില്ല. നിങ്ങൾ ആലോചിച്ചോക്കെ, ഇമാം എന്ത് ചെയ്യും? ഒരു റക്അത്തിൽ 100 ആയത്തോതും. 100 ആയത്തോതും. ഇനി നോക്കി നിങ്ങള്, ഹത്താ കുന്നാ നഅ്തമിദു അലൽ ഇസ്സി മിൻ തൂലിൽ ഖിയാം. ചിലപ്പോൾ അതിലും നൃത്തം കൂടാറുണ്ട്. വമാ കുന്നാ നൻസരിഫു ഇല്ലാ ഫീ ഫുറൂഗിൽ ഫജ്ർ. ചിലപ്പോൾ ഫജ്ർ വരെ, സുബ്ഹി വരെ നമസ്കാരം നീളലുണ്ട് എന്നാണ് എൻ്റെ ബാക്കി. ഞാൻ ചോദിക്കട്ടെ, നമ്മളെ പള്ളിയിൽ ഇമാമെങ്ങാനും
സുബഹി വരെ നിസ്കരിച്ചാൽ സലാം വീട്ടിയ പിന്നെ മൂപ്പര് മാത്രമേ ഉണ്ടാവുള്ളൂ. വേറെ ആരെങ്കിലും ഇവിടെ ഉണ്ടാവുമോ? നമ്മളൊക്കെ പെരയിലെത്തിയിട്ട് 2 കൂർക്കം വലി കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പം ഇതിൻ്റെ ബാക്കി അതാണ്. അപ്പം നമ്മൾ ഈ പറയണ 50 മിനിറ്റ് 1 മണിക്കൂർ അല്ലേ, ഇനി അതിൻ്റെ ഇടയിൽ വേറൊരു സംഭവമുണ്ട്. എങ്ങാനൊരാൾ ഹദീസ് വായിക്കാൻ വേണ്ടി നിന്നാൽ മൂപ്പരെ നോക്കണ നോട്ടമുണ്ട് അല്ലേ, ചിലർ ദയനീയമായ നോട്ടം. ഇനിയിപ്പോൾ ഇതിൻ്റെ ഇടയിൽ അത് വേണോ? തറാവീൻ്റെ ഇടയിൽ ചിലപ്പോൾ ക്ലാസ് വെക്കും, ഒരു ഹദീസ് 5 മിനിറ്റ് ആരെങ്കിലും ഒരാൾ പറയും. അപ്പോൾ ആളെ നോക്കണം നോട്ടമുണ്ട്, ദയനീയമായ നോട്ടം. ഇതിൻ്റെ ഇടയിൽ ഇപ്പോൾ അത് വേണോ? ചിലരാണെങ്കിലോ നിസ്കാരത്തിൻ്റെ ഇടയിലും അല്ലേ. എല്ലാവരും ഇരിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത് എപ്പോഴാണ്? നമസ്കാര ശേഷമാണ്. ഇതാരും ഇരിക്കൂല. അതുകൊണ്ടാണ് ഇപ്പോൾ ഇത് കേൾക്കണം. നമ്മൾ ചിന്തിച്ചാൽ മതി. ജാബിർ റളിയല്ലാഹു അൻഹു ഒറ്റ ഹദീസ് പഠിക്കാൻ വേണ്ടിയിട്ട് 2000 കിലോമീറ്റർ യാത്ര ചെയ്തു എന്നാണ്. നമ്മൾ 2 മിനിറ്റ് ഇരുന്നാൽ ഹദീസ് കേൾക്കാം, 2 മിനിറ്റ് ഇരുന്നാൽ നമുക്ക് ഹദീസ് പഠിക്കാം. 2000 കിലോമീറ്ററിന് ഒറ്റ ഹദീസ് പഠിക്കുക. 2000 കിലോമീറ്റർ നമുക്ക് 2 മിനിറ്റ് ഇരുന്നാൽ മതി. അപ്പോൾ സുബഹിക്ക് ശേഷം ഒരാൾ ഹദീസ് വായിക്കുന്നുണ്ടാവും, തറാവീഹിന് ശേഷം ഒരാൾ 5 മിനിറ്റ് ക്ലാസ് എടുക്കുന്നുണ്ടാവും. അതിന് പോലും ഇരിക്കാൻ നമുക്ക് സമയമില്ല. എന്നിട്ട് വീട്ടിൽ ചെന്നിട്ട് എന്താ പണി? വാട്സപ്പ് ഖത്തം തീർക്കുക, എല്ലാ അക്കൗണ്ടും നമ്മൾ തന്നെ തുറന്നു നോക്കണം, എല്ലാ മെസ്സേജും നമ്മൾ തന്നെ വായിക്കണം, എല്ലാ സ്റ്റോറിയും സ്റ്റാറ്റസും നമ്മൾ ഇങ്ങനെ നോക്കണം അല്ലേ. ഇതിനാണ് നമുക്ക് സമയമുള്ളൂ. ഇപ്പം നമ്മൾ കുറച്ച് കാലം മുന്നൊക്കെ പറയും, കേബിൾ എങ്ങാനും കണക്ഷൻ ഉണ്ടെങ്കിൽ എല്ലാ കേബിളും റമദാൻ മാസത്തിൽ കട്ട് ചെയ്യും. ഇന്നിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. ഇന്ന് കേബിളൊന്നും ഇല്ലാതെ എല്ലാതും നമ്മളെ കയ്യിലുണ്ട്. ഒരു വയറുണ്ടാവില്ല, പക്ഷെ കയ്യിൽ സാധനമുണ്ട് അല്ലേ. ഇതിൻ്റെ മുന്നിൽ നമ്മൾ എത്ര സമയം ഇരിക്കുന്നുണ്ട് നമ്മൾ അറിയിച്ചാൽ മതി. അതുകൊണ്ട് പുരുഷന്മാരാകട്ടെ സ്ത്രീകളാകട്ടെ, നിങ്ങൾക്ക് നമസ്കരിക്കാൻ പരിശുദ്ധ റമദാനിൽ ഖിയാമ് അഥവാ തറാവീഹ്, അത് വ്യത്യസ്തങ്ങളായ പേരുകൾ. ഖിയാമു ലൈൽ എന്ന് പറയും, തഹജ്ജുദ് എന്ന് പറയും, തറാവീഹ് എന്ന് പറയും, ഖിയാമു റമദാൻ എന്ന് പറയും. എല്ലാം ഒന്നാണ്, സന്ദർഭത്തിനനുസരിച്ച് മാറും. അത് പ്രിയപ്പെട്ടവരെ പരിപൂർണമായി നമസ്കരിക്കണം. അവസാനത്തെ 10 എത്തിക്കഴിഞ്ഞാൽ ഓരോ ദിവസം കൊണ്ടും അദ്ദേഹം വിശുദ്ധ ഖുർആൻ ഓതി തീർക്കുമായിരുന്നു എന്നാണ്. അപ്പോൾ റമദാൻ അല്ലാത്ത മാസങ്ങൾ 7 ദിവസം, റമദാനിലെ ദിവസങ്ങളിൽ 3 ദിവസം കൊണ്ട്, അവസാനത്തെ 10 എത്തിക്കഴിഞ്ഞാലോ 1 ദിവസം കൊണ്ട് തീർക്കുമായിരുന്നു എന്നാണ്. അപ്പോൾ നമ്മളെ സമാധാനം എന്താണ്? നമ്മളെ സംതൃപ്തി എന്താണ്? ഞാൻ റമദാൻ വരുമ്പോൾ 1 തവണ ഓതി തീർക്കുകയാണ്. അത് വലിയ കാര്യമായിട്ട് നമ്മൾ കൊണ്ടുനടക്കുകയാണ്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഖുർആനിൻ്റെ മാസത്തിൽ ഖുർആനെ നമ്മൾ പരിഗണിക്കണം. അപ്പോൾ നമ്മളിങ്ങനെ ഈ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഓതാനെടുത്താൽ എന്താ സംഭവിക്കാന്നറിയോ? ഇപ്പോൾ നമ്മളെ വാട്സപ്പിൽ ഇങ്ങനെ കുറേ കണക്ക് വരും, ഫാമിലി ഗ്രൂപ്പിൽ വരും, നമ്മളെ ഗ്രൂപ്പുകളിലൊക്കെ വരും. ളുഹറിൻ്റെ മുന്നേ 4 പേജ്, ളുഹറിന് ശേഷം 5 പേജ്, അങ്ങനെ കുറേ പേജിൻ്റെ കണക്കാണ് അല്ലേ. ഈ കണക്ക് കൂട്ടിയിരുന്നാൽ പിന്നെ കണക്ക് മാത്രമേ ഉണ്ടാകുള്ളൂ. ഒരു 20 പേജ് ഓതാൻ വേണ്ടി തീരുമാനിച്ച് എടുത്താൽ എന്താ സംഭവിക്കണത്? ഒരു 5 പേജ് ഓതിക്കഴിഞ്ഞാൽ പിന്നെ പണി എന്താ അറിയോ? ഈ 20ക്ക് എത്ര ഉണ്ടെന്ന് മറിച്ച് നോക്കല പിന്നെ പണി. 20 ആകാൻ പിന്നെ എത്ര ഉണ്ടെന്ന് അങ്ങോട്ട് മറിച്ച് നോക്കുക. അപ്പം വിചാരിക്കുന്നത് ഞാൻ അടുത്തതിൽ ഈ 15 കൂടി ഓതാം, 5 ഓതിയാൽ മതി. അപ്പോൾ അടുത്തതിൽ 20 ഓതാൻ കണക്കാണ്. അപ്പോൾ ഈ 15ഉം അടുത്ത 20 35ആയി. പിന്നെ വീണ്ടും 5 പേജ് ഓതും, എന്നിട്ട് വീണ്ടും ഞാൻ 35 30 കുറേ ഉണ്ട്. ഇടയിലൊക്കെ ഒന്ന് വായിച്ചു നോക്കും. അപ്പോൾ ഓതാൻ കിട്ടാത്ത കുറേ ആയത്തോളാണ്, അപ്പോൾ അവിടെ വെച്ചു അല്ലേ. ഇങ്ങനെ നോക്കി കണക്ക് നോക്കിയിട്ട് അവസാനം എവിടെ എത്തൂല. പിന്നെ കാട്ടുന്നൊരു ശൈലി എന്താ അറിയോ? ഇവിടുന്ന് മറിച്ച ആൾക്കാർ പിന്നെ ഇവിടുന്ന് മറിക്കുക, പിന്നെ കുലൗദറബിന്നാസ്, കുലൗദറബിൽ ഫലക്ക്, കുലു അല്ലാഹു അത്. എന്നിട്ട് നമ്മൾ തന്നെ നമ്മളെ മനസ്സിൽ കണ്ടെത്തിയൊരു ന്യായമുണ്ട്. പണ്ട് മദ്രസയിൽ നിന്ന് പഠിച്ചത് ഇപ്പോൾ ഒന്നുകൂടി ഓർമ്മിച്ച് മനഃപ്പാടമാക്കിയിട്ട് ഓർമ്മ പുതുക്കുകയാണ്. പിന്നെ അതുമ്മ കൂടി ഓതിയാൽ എത്തണില്ല. അങ്ങനെ ആകരുത്. നമുക്ക് നല്ല നിയ്യത്ത് വേണം. മടുക്കാത്ത സംഗതി എന്താ? മടുക്കാത്ത സംഗതി അത് ഖുർആനാണ്. മടുക്കാത്ത സംഗതി. രാവിലെ ഒരാൾ മന്തി കഴിച്ചു, ഉച്ചക്കും മന്തി കഴിച്ചു, രാത്രി മന്തി കഴിച്ചു, ഒരു 3 ദിവസം അടുപ്പിച്ച് അങ്ങനെ കഴിച്ചാൽ പിന്നെ മന്തിയുടെ പൂതിയാണ് മാറും അല്ലേ. ഒരാൾ ഒരു പത്രം രാവിലെയും വായിച്ചു, ഉച്ചക്കും വായിച്ചു, രാത്രിയും വായിച്ചു, വായിക്കൂല. പക്ഷെ സഹോദരങ്ങളെ, നമ്മൾ എത്ര കൊല്ലമായി നമസ്കരിക്കുന്നു? ആ ഓരോ കൊല്ലത്തിലും നമ്മൾ ഓരോ ദിവസത്തിലും 17 തവണ ഫാത്തിഹ ഓതാണ്. ആർക്കും അടുത്തിട്ടില്ല. ഉണ്ടോ? ആർക്കും അടുത്തിട്ടില്ല. കേട്ടിട്ട് നമുക്ക് മടുത്തിട്ടില്ല, ഓതിയിട്ടും മടുത്തിട്ടില്ല. അള്ളാഹുവിൻ്റെ കലാമിൻ്റെ പ്രത്യേകത മടുപ്പില്ലാത്തതാണ് ഖുർആൻ. പക്ഷെ നമുക്കാണ് മടുപ്പ്. അപ്പം നമ്മളെ ഈമാനെ പരിശോധിക്കുക. എന്തേ നമുക്കിത് ഓതാൻ കഴിയാത്ത, തൗഫീഖില്ലാത്തത്?
അതിൽ വേറൊരു കാരണം കൂടിയുണ്ട്. നമ്മൾ സ്ഥിരം ഓതുന്ന സൂറത്തുകൾ ഓതാൻ അധികം സമയം വേണ്ട, അല്ലേ? സ്ഥിരം ഓതാത്ത സൂറത്തുകൾ ഓതാൻ എന്ത് വേണം? സമയമെടുക്കണം. അപ്പൊ പൂർവികർക്ക് എങ്ങനെ ഒരു ദിവസം കൊണ്ട് ഒരു തവണ തീർക്കാൻ പറ്റി, 2 തവണ തീർക്കാൻ പറ്റി എന്ന് പരിശോധിച്ചാൽ അവർക്ക് എല്ലാ സൂറത്തും എന്താണ്? സ്ഥിരമാണ്. മനസ്സിലാവുണ്ടോ? വെള്ളം പോലെ അവർക്ക് ഓതാൻ കഴിയും. അപ്പൊ നമ്മളും ആ ഒരു രംഗത്തേക്ക് എത്തണം. അതുകൊണ്ട് കഴിഞ്ഞ റമദാനിൽ നിന്ന് ഈ റമദാനെ നമ്മളെ വേർതിരിക്കുന്നത് ഖുർആന്റെ വിഷയത്തിലാകണം. 1 തവണ ഓതിയെങ്കിൽ ഈ റമദാനിൽ എനിക്ക് ചുരുങ്ങിയതൊരു 3 തവണ, മുൻഗാമികൾ 60 തവണ ഓതിയെങ്കിൽ, പ്രിയപ്പെട്ടവരെ, അതിൻ്റെ 10 വേണ്ട, അതിൻ്റെ 10 ഒരു അരയെങ്കിലും നമുക്ക് ഓതി തീർക്കാൻ കഴിയണ്ടേ എന്ന അർത്ഥത്തിലൊരു മാറ്റം നമുക്ക് ഉണ്ടാക്കിയെടുത്താൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ സഹായം, നമ്മുടെ നിയ്യത്ത് ശരിയാണെങ്കിൽ അള്ളാഹിൻ്റെ സഹായം നമുക്കുണ്ടാകും. ഇങ്ങനെ പൂർവികരുടെ ചരിത്രങ്ങൾ നമുക്ക് എമ്പാടും കാണാൻ സാധിക്കും. മഹാനായ ഇമാം മാലിക് റഹിമഹുല്ലാ, അദ്ദേഹത്തെക്കുറിച്ച് ചരിത്രത്തിൽ കാണാം, ഖുർആൻ ഓതാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ വിജ്ഞാനത്തിൻ്റെ സദസ്സുകൾ, ഹദീസിൻ്റെ ക്ലാസ്സുകൾ എല്ലാം അദ്ദേഹം മാറ്റിവെച്ചിരുന്നു എന്നാണ്. ഇനി ആയിഷ റളിയല്ലാഹു അൻഹയുടെ പ്രത്യേകത പറയാണ്. ഉമ്മമാരെ ശ്രദ്ധിച്ചോളൂ. ആയിഷ റളിയല്ലാഹു അൻഹ റമളാനിൽ എങ്ങനെയായിരുന്നു? തഖറഉ ഫിൽ മുസ്ഹഫി അവ്വല നഹാരി ഫീ ശഹ്രി റമളാൻ. പ്രഭാതത്തിൽ ധാരാളം മുസ്ഹഫിൽ നിന്ന് ഓതുമായിരുന്നു. നമ്മൾ സലാം വീട്ടലും പിന്നെ ഇടതുഭാഗത്തേക്ക് ഉറങ്ങലും ഒരുമിച്ചാണ്. ആ സമയത്ത് ഉറക്കം അത്ര പ്രോത്സാഹിപ്പിക്കപ്പെട്ടതല്ല. അപ്പൊ ആ സമയത്ത് ഖുർആൻ ഓതും. ഫൈദാ തൊലഗത്ത് ഷംസ്, സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ നാമത്ത്, നമ്മുടെ ഉമ്മ കുറച്ച് ഉറങ്ങുകയും ചെയ്യുമായിരുന്നു. അപ്പോ പ്രഭാത സമയം ധാരാളം മുസ്ഹഫിൽ നിന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പാരായണം ചെയ്യുമായിരുന്നു എന്നാണ്. അതുകൊണ്ട് ആ പാരായണം നമ്മുടെ ജീവിതത്തിൽ ഒരു 3 തവണയെങ്കിലും, കഴിഞ്ഞ റമദാനിൽ എത്രയാണോ ഒന്നുകൂടി കൂടുതൽ നമുക്കൊരു നിയ്യത്ത് ഉണ്ടാകണം. നിങ്ങൾ ആലോചിക്കേ, അത് ഓതാൻ നമുക്ക് കഴിഞ്ഞില്ല, നമ്മുടെ നിയ്യത്ത് ആത്മാർത്ഥമാണെങ്കിൽ അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എന്ത് നൽകും? കൂലി നൽകും. നമ്മൾ പരിശ്രമിച്ചു, നടന്നില്ല, നമ്മൾ ശ്രമിച്ചു, സമയം കിട്ടിയില്ല, പല കാരണങ്ങളാൽ അത് മുടങ്ങിപ്പോയി. പക്ഷെ നിയ്യത്ത് ആത്മാർത്ഥമാണെങ്കിൽ അള്ളാഹു അതിൻ്റെ കൂലി നമുക്ക് നൽകുമെന്നതാണ്. അതുകൊണ്ട് ഖുർആന്റെ വിഷയത്തിൽ നമുക്കൊരിക്കലും ഒരു അലസത സംഭവിക്കരുത്. പിന്നെ റമദാൻ നമ്മൾ ചെയ്യേണ്ട മറ്റൊരു കാര്യം സ്വതക്ക. നമ്മളാകെ പരാതി റമദാൻ വന്നാൽ പിന്നെ വീട്ടിലിരിക്കാൻ ഒരു സ്വൈര്യം ഉണ്ടാവില്ല എന്നാണ്. എവിടെ ചെന്നാലും പിരിവ്, പള്ളി ചെന്നാലും പിരിവ്, വീട്ടിലിരുന്നാലും പിരിവ്. ഇപ്പം നമ്മുടെ ഒരാൾ പറഞ്ഞ അനുഭവമുണ്ട്. ഒരു അറിയപ്പെടുന്നൊരു വ്യക്തി, ഭയങ്കര മുതലാളി, അദ്ദേഹത്തിൻ്റെ അടുക്കിലേക്ക് റമദാനിന് വേണ്ടി പിരിവിന് ചെന്നു. പിരിവിന് ചെന്ന സമയത്ത് ഇദ്ദേഹം റമദാനിൽ ഉംറക്ക് പോയിരിക്കുകയാണ്. അപ്പം ഇദ്ദേഹം റമദാൻ കഴിഞ്ഞ് നാട്ടിലേക്ക് എത്തിയപ്പോൾ വീണ്ടും കാണാൻ വേണ്ടി ചെന്നു. അപ്പോൾ ആള് പറഞ്ഞെന്താ അറിയോ, ഞാൻ ഈ റമദാൻ വന്നാൽ ഈ കൊടുക്കുന്ന പൈസ കുറെ കൂട്ടി നോക്കി. എങ്ങനെ? വീട്ടിൽ നിന്ന് കൊടുക്കുന്നതും ഓഫീസിൽ നിന്ന് കൊടുക്കുന്നതും വഴിയിൽ നിന്ന് കൊടുക്കുന്നതും പള്ളിയിൽ നിന്ന് കൊടുക്കണമൊക്കെ ഞാൻ കൂട്ടി നോക്കിയപ്പോൾ ഒരു ഉംറക്ക് പോകാനുള്ള പൈസ ഉണ്ട്. അപ്പം ഞാൻ അങ്ങനെ അങ്ങോട്ട് ഉംറക്ക് പോയി എന്നാണ്. എന്തിന്? ഇത് കൊടുക്കാതിരിക്കാൻ. അപ്പോൾ ഉംറയുടെ നിയ്യത്ത് എന്താ? ഇവിടെ ഇരുന്നാൽ ആൾക്കാരെന്ത് ചെയ്യും? പൈസ വയ്ക്കും. അതുകൊണ്ട് ഇവിടുന്ന് പോയതാണ്. അപ്പം ഇങ്ങനെയാണ് നമ്മളെ പരാതി. സ്ത്രീകൾ വീട്ടിലേക്ക് ആളുകൾ വന്നിട്ട് ബെല്ലടിക്കും. നമ്മൾ ജനലൊക്കെ തുറന്നിട്ട് പറയണ ഫസ്റ്റ് ഡയലോഗ് എന്താ അറിയോ? ആളില്ല എന്ന്. അപ്പോൾ ഇത് ഏതേ സാധനം? നമ്മളവിടുത്തെ ആളാണ്. റേഷൻ കാർഡ് നോക്കിയാൽ മതി, നമ്മളെ പേരുണ്ടാവും. പക്ഷെ നമ്മൾ പറയും ആളില്ല. ഒരു 10 രൂപ കൊടുത്ത പോലെ. തൊൽക്കുബിൻ ഹബീബ് റഹ്മത്തുള്ളാഹി അലൈഹി റമദാനിൽ എല്ലാ ദിവസവും സ്വതക്ക കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ച ആളാണ്. പക്ഷെ അദ്ദേഹം ഒരു ദിവസം നോക്കുമ്പോൾ ഒന്നും കിട്ടിയില്ല. അവസാനം വീട്ടില് ഭക്ഷണം പാകം ചെയ്യുന്ന ഭാഗത്ത് പോയി നോക്കിയപ്പോൾ ഭാര്യ പാകം ചെയ്യാൻ വെച്ചൊരു ഉള്ളിയുണ്ട്. ആ ഉള്ളി എടുത്ത് അദ്ദേഹം അരയിൽ തിരുകി പള്ളിയിൽ ചെന്നു നമസ്കരിച്ചു. നമസ്കാരം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയിട്ട് ചോദിക്കാണ്, ഈ ഉള്ളി ആവശ്യമുള്ള ആരെങ്കിലും ഇവിടെ ഉണ്ടോന്ന്. അപ്പോൾ ഒരു ഉള്ളി കൊടുത്തിട്ടെങ്കിലും പ്രിയമുള്ളവരെ ഒരു സ്വതക്ക ഒരു ദിവസം നടക്കണം എന്ന് മുൻഗാമികളുടെ ആഗ്രഹമായിരുന്നു. അപ്പൊ നമുക്ക് വലിയൊരു ഓഫറാണ് നൽകിയിട്ടുള്ളത്, വലിയൊരു ഓഫർ. ആ ഓഫർ നമ്മൾ എന്ത് ചെയ്യണം? ഈ മാസത്തിൽ ഉപയോഗപ്പെടുത്തണം. ഒരു 6000 രൂപ ഉണ്ടെങ്കിൽ, ഒരു 5000 രൂപ ഉണ്ടെങ്കിൽ, ഒരു 3000 രൂപ ഉണ്ടെങ്കിൽ നമ്മൾ നോമ്പെടുത്തതിനേക്കാൾ വലിയ കൂലി നമുക്ക് കിട്ടും.
മറ്റുള്ളവരെ നോമ്പ് തുറപ്പിച്ചാൽ. ഇനിയും നമ്മുടെ പള്ളികളിൽ, നമ്മുടെ സ്ഥാപനങ്ങളിൽ 1 മുതൽ 30 വരെ കൊടുക്കാൻ, അല്ലെങ്കിൽ പേര് ചേർക്കാൻ ഇങ്ങനെ കോളങ്ങൾ ഒഴിഞ്ഞു കൊടുക്കാൻ. അതിങ്ങനെ ഒഴിഞ്ഞിങ്ങനെ കിടക്കുകയാണ്. നമ്മളെന്താ ചെയ്യേണ്ടത്? 2 ആൾ കൂടി, ഒരു 3 ആൾ കൂടി, ഞാൻ 2000, ഇജ്ജ് 2000, മറ്റാൾ 2000, 1000 രൂപ നമുക്ക് നോമ്പ് തുറ സംഘടിപ്പിക്കാം. എന്താ നോമ്പ് തുറ സംഘടിപ്പിച്ചാൽ 2000 റുപ്യക്ക്, 3000 രൂപക്ക്, 6000 രൂപക്ക് 50, 40, 100 ആളുകളുടെ പുണ്യം നമുക്ക് കിട്ടുകയാണ്. ഒരു ദിവസം നമ്മൾ നോമ്പെടുത്താൽ കിട്ടുന്നതിനേക്കാൾ കൂലി ഒരു നോമ്പ് തുറയിലൂടെ നമുക്ക് കിട്ടുകയാണ്. അവരുടെ എല്ലാം പ്രതിഫലം കിട്ടുക എന്ന് പറയുമ്പോൾ പ്രിയമുള്ളവർ ആലോചിച്ചൊക്കെ, ഒറ്റ നോമ്പ് കൊണ്ട് 70 വർഷത്തെ വഴിദൂരം അല്ലാഹു നരകത്തിൽ നിന്ന് നമ്മളെ അകറ്റി നിർത്തുമെന്നാണ്. അങ്ങനത്തെ ഒരു 40 ആളെ കൂലി നമുക്ക് കിട്ടിയാൽ, മൻ സ്വാമ യൗമൻ ഫീ സബീലില്ലാഹ്, ആരെങ്കിലും അല്ലാഹുവിന്റെ മാർഗത്തിൽ ഒരു ദിവസം നോമ്പെടുത്താൽ, ജഅലല്ലാഹു ബൈനഹു വബൈനഹു ഖന്ദകൻ, അവനും നരകത്തിനുമിടയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കിടങ്ങു പണിയുമെന്നാണ്. ആ കിടങ്ങിന്റെ വലിപ്പം പറഞ്ഞത് ഈ ആകാശവും ഭൂമിയും തമ്മിലുള്ള അന്തരമുണ്ടായിരിക്കുമെന്നാണ്. ഒറ്റ നോമ്പിന്റെ കൂലിയാണ്. അങ്ങനത്തെ ഒരു 30 ആളുടെ നോമ്പിന്റെ കൂലി, 50 ആളുടെ നോമ്പിന്റെ കൂലി 2000 രൂപ കൊണ്ട്, 6000 രൂപ കൊണ്ട് നമുക്ക് കിട്ടുകയാണ്. അതുകൊണ്ട് അതിനൊരു മത്സരം നമ്മൾ കാണിക്കണം. അപ്പൊ സ്വതക്ക അത് റസൂലുള്ളാഹിനെ കുറിച്ച് എന്താ പറഞ്ഞോ? വകാന അജ്വദുന്നാസ്, ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല ഔദാര്യവാനായി പ്രവാചകനെ കണ്ടുന്നാണ്. അടിച്ചു വീശുന്ന കാറ്റിനേക്കാൾ വേഗത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വതക്ക കൊടുത്തു റമളാനിൽ എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ശ്രേഷ്ഠകരമായ സ്വതക്ക ഫി റമളാൻ എന്ന് പറഞ്ഞ ഹദീസുകൾ വരെ നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് സ്വതക്കയുടെ വിഷയത്തിൽ നമുക്ക് ശ്രദ്ധയുണ്ടാകണം. ഇനി 1-2 കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുക. എത്തിക്കാഫാണൊന്ന്, ലൈലത്തുൽ ഖദറാണ് മറ്റൊന്ന്. നമ്മുടെ ഉമ്മത്തിൽ ഇന്നേ വരെ ശ്രദ്ധയില്ലാത്ത ഏറ്റവും പ്രധാനപ്പെട്ട 2 കാര്യം. നോമ്പ് എല്ലാ മാസത്തിലുണ്ട്, ഖിയാം എല്ലാ മാസത്തിലുണ്ട്, അല്ലേ? എന്നാൽ ഈ മാസത്തിൽ മാത്രം കിട്ടുന്ന, ഇതിനർത്ഥം നോമ്പ്, റമളാനിലെ നോമ്പ് വേറെ മാസത്തിൽ കിട്ടൂല, റമളാനിലെ ഖിയാം വേറെ മാസത്തിൽ കിട്ടൂല. എന്നാൽ ഈ മാസത്തിൽ പ്രിയപ്പെട്ടവരെ മാത്രം കിട്ടുന്നൊരു കാര്യമാണ് ലൈലത്തുൽ ഖദർ. എന്താ ലൈലത്തുൽ ഖദർ എന്ന് പറഞ്ഞാൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളൊരു ദിവസം അതിനു വേണ്ടി ഒരുങ്ങിയിരുന്നാൽ, 10 ദിവസത്തിൽ ഏത് ദിവസത്തിൽ നിങ്ങൾ പ്രതീക്ഷിച്ചോളൂ എന്ന് പറഞ്ഞു. ഒറ്റ ദിവസം കൊണ്ട് 83 വർഷവും ഏതാനും മാസവും അധ്വാനിച്ചവന്റെ ഫലം അല്ലാഹു നൽകണം. ഒറ്റ ദിവസം കൊണ്ട്. ഇനി നമ്മൾ വരൂ, പ്രവാചകന് എത്ര റമളാൻ കിട്ടി? 9 റമളാൻ കിട്ടി. റസൂലുള്ളാഹിക്ക് 9 റമളാൻ കിട്ടി. ആ 9 റമളാനുകളിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എവിടെയായിരുന്നു അവസാനത്തെ 10 എന്ന് ചോദിച്ചാൽ വീട്ടിലായിരുന്നു എന്നൊരു സംഭവം നമ്മൾ കാണൂല. അവസാനത്തെ 10 പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പള്ളിയിലായിരുന്നു. നമ്മൾ ചിന്തിച്ചു നോക്കി, പ്രവാചകന് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ആ പള്ളിയിൽ വന്ന് എത്തിക്കാഫിരിക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? കഴിഞ്ഞു പോയ പാവവും വരാനിരിക്കുന്ന പാവവും പൊറുക്കപ്പെട്ട ആളാണ്. സ്വർഗത്തിന്റെ കവാടത്തിൽ പ്രവാചകൻ മുട്ടുമ്പോ മലക്കുകൾ ആ മുട്ടുന്ന ശബ്ദം കേട്ടിട്ട് ചോദിക്കും, നിങ്ങൾ ആരാണ്? പറയും, മന മുഹമ്മദ്, ഞാൻ മുഹമ്മദാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മലക്കുകൾ തിരിച്ചു പ്രതികരിക്കും, ഇതാ താങ്കൾക്ക് വേണ്ടിയിട്ടാണ് ഈ കവാടം ആദ്യമായി തുറക്കപ്പെടാൻ ഞങ്ങൾ കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ആദം അലൈഹിസ്സലാത്തു വസ്സലാം പുറകിലാണ്, നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം പുറകിലാണ്, ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പുറകിലാണ്, സകല പ്രവാചകന്മാരും പുറകിലാണ്. ആദ്യം സ്വർഗത്തിലേക്ക് കാലെടുത്തു കുത്തുന്നത് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രവാചകനെ എത്തിക്കാഫിരുന്ന പള്ളി അതാ നിങ്ങൾക്ക് 23 മീറ്ററാണ് ആ പള്ളിയുടെ നീളം. 23 മീറ്റർ. ഒരു 3 സൊഫ് മാത്രാണ് മേൽക്കൂരുള്ളത്. ഒരു അരമതിൽ കെട്ടാണ്. അതിൻ്റെ മുകളിൽ പ്രിയപ്പെട്ടവരെ ഈത്തപ്പനകൾ അടിക്കടിക്കേ ഇങ്ങനെ വെച്ച് തൂണുകളാക്കി വെച്ച് ഈത്തപ്പനയുടെ പട്ട മുകൾ ഭാഗത്ത് വിരിച്ചിട്ട്, അതിൻ്റെ ഹൈറ്റും ചരിത്രത്തിലുണ്ട്. കൗമാരത്തിലെത്തിയ ഒരു കുട്ടി കൈയുയർത്തിയാൽ, പ്രവാചകന്റെ വീടാകട്ടെ പള്ളിയാകട്ടെ, ആ കുട്ടി കൈയുയർത്തിയാൽ മുകളിൽ തട്ടുന്നാണ്. കൗമാരത്തിലെത്തിയ കുട്ടി. അപ്പോ ഒരു ചുരുങ്ങിയ, പ്രിയപ്പെട്ടവരെ, നിലത്ത് മണലുള്ള കല്ലുള്ള പള്ളി. ജുമാ നടക്കുമ്പോൾ റസൂലുള്ളാഹി പറയാണ്,
ജുമ നടക്കുമ്പോൾ കല്ല് കയ്യിൽ പിടിച്ച് തിരിക്കുന്ന ആള് ഫഖദ് ലഗൗത, വേണ്ടാത്തത് ചെയ്തു എന്നാണ്. നമ്മൾ കാർപ്പറ്റിൻ്റെ നൂല്, പായയുടെ നൂല് പിടിച്ച് തിരിക്കും പോലെ ആ ജനങ്ങൾ കല്ല് പിടിച്ച് ഇങ്ങനെ തിരിക്കും. നിലത്ത് കല്ലാണ്. ആ പള്ളിയിൽ, നിലത്ത് കല്ല് പാകിയ പള്ളിയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രിയപ്പെട്ടവരെ സ്വർഗത്തിലേക്ക് ആദ്യമായി വിളിക്കപ്പെടുമെന്ന് കേട്ടിട്ട് പോലും നാളെ ഖബറിൽ നിന്ന് ഒന്നാമതായി എഴുന്നേൽക്കുന്നത് ഞാനാണ്, അവ്വലു ശാഫിഇൻ അവ്വലു മുശഫഇൻ, ആദ്യമായി ശുപാർശ ചെയ്യുന്നത് ഞാനാണ് എന്ന് പറഞ്ഞ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വന്തം വീടൊഴിവാക്കി ഭാര്യയുടെ ശരീരത്തിന്റെ സുഖം മാറ്റിവെച്ച് സ്വന്തം വീടിന്റെ മെത്തയുടെ സുഖങ്ങൾ അനുഭവിക്കാതെ ഈ പള്ളിയിൽ വന്നിരുന്നിട്ടുണ്ടെങ്കിൽ അന്ന് പള്ളിയിൽ എന്തോ ഉണ്ട് എന്ന് പ്രവാചകൻ പഠിപ്പിച്ചു. അതെന്താ? ഈ ലൈലത്തുൽ ഖദറാണ്. തീർന്നില്ല സഹോദരിമാർ, ശ്രദ്ധിക്കുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിന് ശേഷവും പ്രവാചക പത്നിമാർ പ്രവാചകന്റെ പള്ളിയിൽ ഇഅ്തികാഫിരിക്കാറുണ്ടായിരുന്നു. ഇത് നമ്മൾ സമസ്തക്കാർക്കെതിരെ സ്ത്രീകളെ പള്ളി കയറ്റാൻ വേണ്ടി പറയുന്ന ഹദീസാണ് അല്ലേ? മുഖാമുഖങ്ങളിൽ, ഖണ്ഡനങ്ങളിൽ, പൊതുപ്രഭാഷണങ്ങളിൽ നമ്മളൊക്കെ പറയും പ്രവാചകന്റെ വഫാത്തിന് ശേഷവും പ്രവാചക പത്നിമാർ പ്രവാചകന്റെ പള്ളിയിൽ ഇഅ്തികാഫിരിക്കാറുണ്ടായിരുന്നു. ശരി, ഈ ഹദീസ് ആർക്കാ തെളിവാകേണ്ടത്? ആദ്യം ഞമ്മക്കാണ്. മനസ്സിലാവുണ്ടോ? ഈ ഹദീസ് ആദ്യം തെളിവാകേണ്ടത് നമ്മക്കാണ്, നമ്മുടെ ഭാര്യമാർക്കാണ്, നമ്മുടെ ഉമ്മമാർക്കാണ്, നമ്മുടെ പെൺകുട്ടികൾക്കാണ്, നമ്മുടെ സഹോദരിമാർക്കാണ്. പ്രവാചക ഭക്തിമാർ വരെ ഉമ്മഹാത്തുൽ മുഅ്മിനീൻ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പേരെടുത്തു വിളിച്ച പ്രിയപ്പെട്ടവരെ, ആ പ്രവാചക ഭക്തിമാർ വരെ അള്ളാഹുവിന്റെ പള്ളിയിൽ ഇഅ്തികാഫ് ഇരുന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തു തടസ്സമാണ്? ഇഅ്തികാഫ് എന്ന് പറഞ്ഞാൽ 10 ദിവസം തന്നെ ഇരിക്കണം എന്നില്ലല്ലോ. അതിന്റെ പൂർണ്ണ അർത്ഥത്തിൽ അല്ലെങ്കിൽ പരിപൂർണത അത്രയാണെങ്കിലും നമുക്ക് കഴിയുന്ന രൂപത്തിൽ ഇരിക്കാൻ പറ്റൂലേ? നമുക്ക് പ്രഭാതത്തിൽ അല്ലെങ്കിൽ പിന്നെ പകലുകളിൽ നമുക്ക് കുട്ടികളെ സ്കൂളിലേക്ക് വിടണം, പരീക്ഷാ കാലഘട്ടമാണ്, ഭർത്താവിന് ജോലിയുണ്ട്, കടയുണ്ട്, ഇതൊന്നും നടന്നില്ലെങ്കിൽ പ്രയാസമാണ്, ഒക്കെ ശരി. രാത്രിയിൽ നമുക്കെന്താ പണി? രാത്രി നമുക്കെന്താ പണി? മനസ്സിലാവുണ്ടോ? അപ്പൊ രാത്രിയെങ്കിലും പ്രിയമുള്ളവരെ അള്ളാഹുവിന്റെ ഭവനത്തിൽ വന്ന് ഇഅ്തികാഫിരിക്കാനുള്ള ഒരു നിയ്യത്ത്. പിന്നെ ഏത് കാലത്താണ് നമ്മൾ ഇഅ്തികാഫിരിക്കുക എന്ന ഇഅ്തികാഫിന്റെ മാധുര്യം നമ്മൾ അനുഭവിക്കുക. പെരുന്നാളിന്റെ സുദിനത്തിൽ നമ്മൾ കണ്ടു പറയുന്ന ഒരു കാര്യമുണ്ട്, തഖബ്ബൽ അല്ലാഹു മിന്നാ വമിൻകും, അള്ളാഹു എന്നിൽ നിന്നും നിന്നിൽ നിന്നും സ്വീകരിക്കട്ടെ എന്ന പ്രാർത്ഥന. എന്താ സ്വീകരിക്കേണ്ടത്? അതിൽ വേണ്ട ഈ ലൈലത്തുൽ ഖദർ, അതിൽ വേണ്ട ഈ ഇഅ്തികാഫ്, നോമ്പ് മാത്രം മതിയോ? അല്ല. അപ്പൊ രാത്രി കാലത്ത് നമുക്ക് ജീവിപ്പിക്കാൻ കഴിയണം. റസൂലുള്ളാഹിക്ക് ഉറങ്ങിക്കൂടെ വീട്ടിൽ? പക്ഷെ രാത്രിയെ ജീവിപ്പിച്ചു എന്നാണ്. ഉടുമുണ്ട് മുറുക്കിയെടുത്തു എന്നാണ്. കുടുംബത്തെ വിളിച്ചുണർത്തി എന്നാണ്. അതുകൊണ്ട് പള്ളിയുടെ കാർപ്പറ്റിന്റെ ഒരു സുഗന്ധം നമ്മൾ അറിയണം. മനസ്സിലാവുണ്ടോ? പള്ളിയുടെ ചൂടുണ്ടെങ്കിൽ ആ ചൂടെന്ന് നമ്മൾ അറിയണം. പള്ളിയിലും നമുക്ക് കിടക്കാൻ കഴിയണം. കാരണം കബറിൽ പോയി കിടക്കേണ്ടതാണ്. അവിടെ കുളിരും ആശ്വാസവും തണുപ്പും കിട്ടാൻ അള്ളാഹുവിന്റെ ഭവനത്തിൽ അല്ല പറഞ്ഞെന്തറിയോ? നിങ്ങൾ ഇഅ്തികാഫിന്റെ നിയ്യത്തോടു കൂടി ക്ഷീണം അനുഭവിച്ച് നിങ്ങൾ അവിടെ ഉറങ്ങിയാലും ആ ഉറക്കത്തിന് ഞാൻ കൂലി നൽകാമെന്നാണ്. ആ ഉറക്കത്തിന് വരെ കൂലി ഉണ്ടെന്നാണ്. എന്നിട്ടും പ്രിയപ്പെട്ടവരെ, നമ്മൾ നമ്മുടെ വീടിന്റെ ബെഡിന്റെ സുഖം തേടി പോയാൽ നമ്മളെക്കാൾ വലിയ ഹതഭാഗ്യർ പിന്നെ വേറെ ആരാണ്? അതുകൊണ്ട് ഇത് ഇനി എങ്ങനെ ഗൗരവത്തിൽ പറയണമെന്ന് എനിക്കറിയില്ല കേട്ടോ. ഇതിനി എങ്ങനെ ഗൗരവത്തിൽ നിങ്ങളെ മനസ്സിലേക്ക് എങ്ങനെ ഞാൻ പറയണത് വെച്ചാൽ, നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെ ഇരിക്കണ കുറേ ആൾക്കാരുണ്ട്, പക്ഷെ അതിലൊന്നും യാതൊരു ബന്ധമില്ലാത്ത ആൾക്കാരുണ്ട്. ഇപ്പൊ ജാമിഅ അൽ ഹിന്ദ് അൽ ഇസ്ലാമിയ എന്ന് പറയുന്ന നമ്മളെ സ്ഥാപനം, അവിടെ ഒരു വലിയൊരു പള്ളിയുണ്ട്. മുമ്പ് ബുക്ക് ചെയ്തിട്ടില്ലെങ്കിൽ അവിടെ സ്ഥലം ഉണ്ടാവില്ല, സ്ത്രീകൾക്കും ആണുങ്ങൾക്കും. അത്രയും തിരക്കാണ് ഇഅ്തികാഫിരിക്കാൻ. എന്തീ മനുഷ്യർ തിരക്ക് കൂട്ടണത്? എന്തിനാ രാത്രി ഉറക്കമൊഴിക്കണത്? ഇത് പ്രിയപ്പെട്ടവരെ, ഈ റമളാനിന്റെ അവസാനത്തെ 10 പ്രവാചകൻ കഠിനമായി അധ്വാനിച്ചു എന്ന് പറയുമ്പോൾ നമ്മൾ അത്രയൊന്നും പോരാ എന്ന ബോധ്യമുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് നമുക്ക് ഈ റമളാനിലെങ്കിലും രാത്രിയെങ്കിലും ഒന്ന് ഇഅ്തികാഫിരിക്കാനുള്ള മാനസികാവസ്ഥയിലേക്ക് നമ്മൾ വരണം. നമ്മളെ പള്ളിയിൽ ഇരിക്കുന്ന ആൾക്കാരുണ്ടാവും, പക്ഷെ എണ്ണം ചുരുക്കാണ്. സ്ത്രീകളുണ്ടാവും, വളരെ ചുരുക്കാണ്.
അത് പാടില്ല. ആ നിലക്ക് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ കാര്യങ്ങളെ കൃത്യമായി ഷെഡ്യൂൾ ചെയ്യണം, കാര്യങ്ങൾ കൃത്യമായി ക്രമീകരിക്കണം. ചില വീട്ടിൽ രോഗികളുണ്ടാവും, മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ എന്താ അതിൻ്റെ അവസ്ഥ അനുസരിച്ച് നമുക്കും പഠിച്ചവനറിയാം. ആ അവസ്ഥക്കനുസരിച്ച് അതിൽ മാറ്റങ്ങൾ വരുത്താൻ കഴിയുമെങ്കിൽ മാറ്റങ്ങൾ വരുത്തി ഇബാദത്തുകളിൽ കഴിഞ്ഞുകൂടാനുള്ള പരിശ്രമം ഓരോരുത്തരും ബോധപൂർവം തനിക്ക് വേണ്ടി എന്ത് ചെയ്യണം? ഓരോരുത്തരും ചെയ്യണമെന്നാണ് സൂചിപ്പിക്കാനുള്ളത്. ഇനി നോമ്പ് കാലത്ത് നമ്മുടെ നാട്ടിൽ വരുന്ന കുറേ വസ്വാസികളുണ്ട്. പണ്ടുകാലം മുഴുവേ പലരും പാടിപ്പോന്ന അല്ലെങ്കിൽ പറഞ്ഞു പോകുന്ന കുറേ വസ്വാസികൾ. നോമ്പുകാർ തലയിൽ എണ്ണ തേക്കാൻ പാടില്ല, നോമ്പുകാർ ഉച്ചയ്ക്ക് ശേഷം കുളിക്കാൻ പാടില്ല, നോമ്പുകാർ പല്ല് തേക്കാൻ പാടില്ല, ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് അല്ലേ? പല്ല് തേക്കാൻ പാടില്ല എന്ന് പറയുന്നതിൻ്റെ കാരണം എന്താണ്? കസ്തൂരിയേക്കാൾ സുഗന്ധം ഉണ്ട് എന്നാണ്. അപ്പോൾ ഒന്നുകൂടി സുഗന്ധം കൂടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണോ അല്ലേന്ന് അറിയില്ല, അള്ളാഹു ആലം. യഥാർത്ഥത്തിൽ പല്ല് തേക്കാതിരുന്നാൽ അത് അള്ളാന്റെ അടുക്കലാണ് കസ്തൂരിയേക്കാൾ സുഗന്ധം, ഇവിടെ അല്ല. ഇന്ദല്ലാന്ന് അള്ളാന്റെ അടുക്കലാണ്. ഇവിടെ നിങ്ങൾ ആലോചിക്കുക, ഒരു മനുഷ്യൻ പല്ല് തേക്കാതിരുന്നാൽ, ഭക്ഷണം കഴിക്കാതിരുന്നാൽ, വെള്ളം കുടിക്കാതിരുന്നാൽ, പിന്നെ വായുടെ ഗന്ധം കസ്തൂരിയുടെ മണല്ല ഉണ്ടാകുക, കസ്തൂരിമാൻ ചത്ത മണായിരിക്കും ഉണ്ടാകുക. മനസ്സിലാവുണ്ടോ? അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എണ്ണമില്ലാത്ത അത്രയും പല്ല് തേച്ചിട്ടുണ്ട് നോമ്പുകാരനായിരിക്കെ എന്ന് ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും. സ്വഹാബത്ത് വീപ്പയിൽ വെള്ളമാക്കിയിട്ട് ചൂട് കുറക്കാൻ വേണ്ടി അതിൽ ഇറങ്ങിയിരുന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പറയാം ഉച്ചയ്ക്ക് ശേഷം കുളിക്കാൻ പാടില്ല, നോമ്പിന്റെ ക്ഷീണം പോവും. എണ്ണ തേക്കാൻ പാടില്ല, നോമ്പുകാരനാണെന്ന് തോന്നണം. ഇതൊക്കെ ആരെ പഠിപ്പിച്ചത്? അങ്ങനൊന്നുമില്ല. എണ്ണ തേക്കാം, കുളിക്കാം, പല്ല് തേക്കാം, പല്ല് തേക്കണം. മനസ്സിലാവുണ്ടോ? ഇതൊക്കെ നമ്മൾ ചെയ്യണം. എന്നാൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശ്രദ്ധിക്കാൻ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. നോമ്പുകാരൻ വുളു എടുക്കുമ്പോൾ, നോമ്പുകാരി വുളു എടുക്കുമ്പോൾ അവർ മൂക്കിലേക്ക് വെള്ളം അധികം കയറ്റി ചീറ്റരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തേ കാരണം? നമ്മുടെ മൂക്കും നമ്മുടെ ഉദരവും നമ്മുടെ വയറും തമ്മിൽ ബന്ധമുണ്ട്. നമ്മുടെ വായയും നമ്മുടെ മൂക്കും അതിലേക്ക് കുറെ കണക്ഷനുകളുണ്ട്. അതുകൊണ്ട് നോമ്പുകാരൻ അല്ലെങ്കിൽ നന്നായി മൂക്കിലേക്ക് വെള്ളം കയറ്റി ചീറ്റിക്കൊള്ളൂ എന്ന് പറഞ്ഞു. നോമ്പുകാരൻ അത് ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. വല്ലാതെ ഉള്ളിലേക്ക് മുകളിലേക്ക് കയറ്റരുത്. അങ്ങനെ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. ചിലർ പറയും നോമ്പുകാരൻ സുഗന്ധം ഉപയോഗിക്കാൻ പാടില്ല എന്ന്. ആരാ പഠിപ്പിച്ചത്? പ്രവാചകന്റെ ഹദീസൊന്നുമില്ല. നോമ്പുകാർക്ക് സുഗന്ധം ഉപയോഗിക്കാം. നോമ്പുകാരൻ മണക്കരുത് എന്ന് ചില ആളുകൾ പറയും. എന്നിട്ട് എന്തെങ്കിലുമൊക്കെ മണക്കട്ടെ, അപ്പം മൂക്ക് പൊത്തലാണ്. അത് പാടില്ല. നോമ്പുകാർക്ക് മണക്കാം, അത് തെറ്റില്ല. ഭക്ഷണത്തിന്റെ രുചി വരെ നാവിൽ വെച്ച് നോക്കാം, ഇറക്കിയിട്ടല്ലോ, തെറ്റിദ്ധരിക്കരുത്. ഭക്ഷണത്തിന്റെ രുചി, ഇപ്പോൾ ഉപ്പുണ്ടോ മധുരമുണ്ടോ, വെള്ളം കലക്കി കറി ഉണ്ടാക്കി അതിൽ ഉപ്പുണ്ടോ എരുണ്ടോ എന്നറിയാൻ നാവിൽ വെച്ച് അതിൻ്റെ രുചി നോക്കാം, ഇറക്കാതെ. അറിയാം നാവിൽ സ്വാദിന്റെ മുകളങ്ങളുണ്ട്, അതിൽ വെച്ചാൽ അറിയാം അതിൽ എത്ര ഉപ്പുണ്ട് എന്നുള്ളത്. എന്നിട്ട് തുപ്പിക്കളയണം. അതുവരെ അനുവദിക്കപ്പെട്ട കാര്യങ്ങളാണ്. എന്നാൽ അനുവദിക്കപ്പെടാത്തതുണ്ട്. മനഃപൂർവ്വം കുടിക്കുക, മനഃപൂർവ്വം തിന്നുക. മനസ്സിലാവുണ്ടോ? അതേപോലെ തന്നെ ഭക്ഷണത്തിൻ്റെയും വെള്ളത്തിൻ്റെയും പകരമാകുന്ന കുത്തിവെപ്പുകൾ എടുക്കുക. ഇപ്പോൾ ഒരാൾ തണ്ടൽ കുത്തി വീണു, നോമ്പാണ്. അപ്പോൾ ഡോക്ടർ പറയാണ് വേദനക്കൊരു ഇഞ്ചക്ഷൻ അടിക്കണം, നോമ്പ് മുറിയില്ല, അത് വേദന മാറാനുള്ളതാണ്. നിങ്ങൾ വെള്ളം കുടിച്ചിട്ടില്ലല്ലോ, അതുകൊണ്ട് കുറച്ച് ഗ്ലൂക്കോസ് കയറ്റാണ്. എന്തിനു വേണ്ടിയിട്ട്? ഈ വെള്ളത്തിൻ്റെ പകരം നിങ്ങൾക്കൊരു ഉന്മേഷം കിട്ടാൻ. അത് പറ്റൂല. അത് വെള്ളത്തിന് പകരാൻ, ഭക്ഷണത്തിന് പകരാൻ അത് പാടില്ല. മനസ്സിലാവുണ്ടോ? ഒന്ന് രാവിലെ ഒന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം, അത്യാവശ്യമാണ്. അല്ലെങ്കിൽ അത് മറ്റുള്ള ദിവസങ്ങൾ മാറ്റിയേക്കാം. ഒന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ ഒരു തുള്ളി ബ്ലഡ് എടുത്തു, അത് തെറ്റല്ല. ഇൻസുലിൻ കുത്തി വെച്ചു, അത് തെറ്റല്ല. ടൈഗർ ബാം തേച്ചു, അത് തെറ്റല്ല. മനസ്സിലാവുണ്ടോ? അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ നമുക്ക് ചിലർ പറയും ബഡ്സ് വരെ ചെവിയിലിടാൻ പാടില്ല. പിന്നെ എന്താ ഇപ്പൊ നോമ്പ് എന്ന് പറഞ്ഞാൽ കുറെ ആൾക്കാരെ കയ്യിൽ പുതിയ സാധനം വരും, ടിക് 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 അല്ലേ, കൗണ്ടർ മെഷീൻ. മറ്റൊരു കുറെ തുപ്പും ചെയ്യും. ഇതാണ് നോമ്പുകാരെ തിരിച്ചറിയാനുള്ള. തുപ്പി നടക്കുക, കയ്യിൽ കൗണ്ടറും വെക്കുക. ഞാൻ ചോദിക്കട്ടെ, റമദാൻ മാസത്തിൽ പ്രത്യേകം എന്തെങ്കിലും ദിക്ർ പ്രവാചകൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ടോ? ഇല്ല. പ്രത്യേകം ഒരു ദിക്റും റമദാനിലില്ല. ഇനി നമ്മളൊരു ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോയി നോക്കേ, അവിടുന്ന് ഒരു കാർഡ് നമുക്ക് തരും. അല്ലെങ്കിൽ നമ്മളെ പള്ളികളിലും മറ്റുള്ള മദ്രസകളിൽ നിന്ന് ഒരു കാർഡ്, റമദാൻ കാലഘട്ടത്തിൽ ഒരു പ്രത്യേക നോട്ടീസ്, അല്ലെങ്കിൽ കുടുംബ ഗ്രൂപ്പുകളിൽ പ്രത്യേകമായ റമദാൻ സ്പെഷ്യൽ പ്രാർത്ഥനകൾ വരും. 1-ാമത്തെ പത്തിൽ ഇന്നത്, 2-ാമത്തെ പത്തിൽ ഇന്നത്, 3-ാമത്തെ പത്തിൽ ഇന്നത് എന്ന് പറഞ്ഞ് പ്രാർത്ഥനകളെ കാണാൻ പറ്റും. അങ്ങനെ 3 പത്തുകളെ വേർതിരിച്ചിട്ട് പ്രത്യേക പ്രാർത്ഥനകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്നിട്ടില്ല. എന്നാൽ അവസാനത്തെ പത്തിൽ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കുന്ന ആളുകളോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുകയാണ്, റസൂലേ, ലൈലത്തുൽ ഖദർ
പ്രതീക്ഷിക്കുന്ന ആളുകൾ എന്താണ് ചൊല്ലേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുമ്മ ഇന്നക അഫുവൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി എന്ന് ചൊല്ലിക്കോളൂ എന്ന് പറഞ്ഞു. അത് സ്പെഷ്യൽ പ്രാർത്ഥനയാണ് അവസാനത്തെ 10. ഇതല്ലാതെ ഒന്നാമത്തെയോ രണ്ടാമത്തെയോ മൂന്നാമത്തെയോ 10 വേറെ പ്രാർത്ഥന പഠിപ്പിച്ചു തന്നിട്ടില്ല. പ്രത്യേകം എണ്ണം വെച്ച് ദിക്ർ ചൊല്ലാൻ പറഞ്ഞിട്ടില്ല. 1000, 2000, 3000 എത്രയും നമുക്ക് ചൊല്ലാം. പക്ഷെ പ്രത്യേകം എണ്ണം പിടിച്ച് ചെയ്യാൻ പറഞ്ഞിട്ടില്ല. ഈ കൗണ്ടർ എന്താണെന്നറിയോ? ജപ്പാൻകാര് കപ്പലിലേക്ക് ചാക്ക് കയറ്റുമ്പോൾ, മനസ്സിലുണ്ടോ? ജപ്പാൻകാര് കപ്പലിലേക്ക് ചാക്ക് കയറ്റുമ്പോൾ എണ്ണം പിടിച്ച സാധനമാണിത്. എന്നിട്ടാണ് മുസ്ലിങ്ങളുടെ വലിയൊരു അടയാളമായിട്ട് ഈ സാധനം കൊണ്ടുനടക്കണത് അല്ലേ? അതിലെണ്ണം നോക്കി അത് പിന്നെ അയച്ചു കൊടുത്ത്, അതേപോലെ തന്നെ അതിൽ മുത്തിയിട്ട് ദസ്ബിമാലൊക്കെ ഉണ്ട്, പൊടി തട്ടി കഴുകി വെച്ചിരിക്കുകയാണ്. എന്നിട്ട് ദസ്ബിമാല ഊതുക, അത് മുഖത്ത് തടവുക, അത് കഴുത്തിലൂടെ ഇടുക, എന്നിട്ട് അത് ചുംബിക്കുക. അത് വലിയൊരു പവിത്രമുള്ള കാര്യമായിട്ട് കൊണ്ടു നടക്കുന്ന ആളുകൾ. ഇതൊന്നും ഇസ്ലാം പഠിപ്പിച്ചതല്ല. മനസ്സിലാവുണ്ടോ? അപ്പൊ അതുകൊണ്ട് ഉള്ളതിനെ നമ്മൾ സ്വീകരിക്കുക. ഏത് പ്രാർത്ഥന, ഇപ്പൊ നോമ്പുകാരന്റെ പ്രാർത്ഥന എന്നത് എന്താണ്? സ്വീകരിക്കപ്പെടുന്ന കാര്യമാണ്. നോമ്പുകാരൻ അവന്റെ പകലിൽ എപ്പോഴും പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് നോമ്പ് തുറക്കുന്ന സമയത്തുള്ള പ്രാർത്ഥന ഏത്? എന്നതല്ല, അതല്ലാതെയുള്ള പ്രാർത്ഥനയും എന്താണ്? സ്വീകരിക്കപ്പെടുന്ന പ്രാർത്ഥനയാണ്. അപ്പൊ ഇതിന്റെ കൂടെ മറ്റുള്ള പ്രാർത്ഥനകൾ നമുക്ക് നിർവഹിക്കാവുന്നതാണ്. അപ്പൊ ഏത് സമയത്തും നോമ്പുകാരായിരിക്കെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട് എന്ന് റസൂലുള്ളാഹി പഠിപ്പിച്ചിട്ടുണ്ട്. ദിക്റുകൾക്ക് പ്രത്യേകതയുണ്ട് എന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ പ്രത്യേകമായ ഒരു ദിക്റ് ചൊല്ലണമെന്നോ പഠിപ്പിച്ചിട്ടില്ല. അപ്പൊ എണ്ണമില്ലാതെ എത്രയും നിരുപാധികം സുബ്ഹാനല്ലാഹ് 100 വട്ടം ചൊല്ലിക്കോളൂ, 1000 വട്ടം ചൊല്ലിക്കോളൂ, ഒരു തെറ്റുമില്ല. പക്ഷെ പ്രത്യേക എണ്ണമുണ്ട് എന്ന് വിചാരിച്ചാൽ അത് വിദഅത്തായി തീരും. ഇവിധം നമ്മൾ എന്ത് ചെയ്യണം? റമളാന്റെ പകലും അതിന്റെ രാത്രികളും കൃത്യമായി ശ്രദ്ധിച്ചും സൂക്ഷിച്ചും, ഞാൻ പറഞ്ഞ ഈ നോമ്പ് മുറിയണ ചില കാര്യങ്ങളുണ്ടല്ലോ, ഇതല്ലാതെ നോമ്പിന്റെ കൂലി കുറക്കണ കുറേ കാര്യങ്ങളുണ്ട്. അതെന്താ? അനാവശ്യമായ സംസാരങ്ങൾ, കളവ് പറയുക, നമീമത്ത് പറയുക, വൃത്തികേടുകൾ പറഞ്ഞു നടക്കുക, അനാവശ്യമായ കാഴ്ചകൾ കാണാം. ഒന്ന് ഫോൺ എടുത്താൽ പ്രിയപ്പെട്ടവരെ എന്താ വരുന്നത്? അതുകൊണ്ട് നല്ല ജാഗ്രതയും ശ്രദ്ധയും നമുക്കുണ്ടാകണം. നമ്മുടെ ഫോണുകളിൽ ഇനി ഖുർആൻ വരട്ടെ, നമ്മുടെ ഫോണുകളിൽ ഇനി ദീനിയായ ക്ലാസ്സുകൾ കേൾക്കട്ടെ, നമ്മുടെ കണ്ണുകൾ കൊണ്ട് നല്ലത് നമ്മൾ കാണട്ടെ, നമ്മുടെ കൈകൾ നല്ലത് സെർച്ച് ചെയ്യട്ടെ. അതേപോലെ തന്നെ നമ്മുടെ വീടകങ്ങളിൽ ഖുർആനിന്റെ ശബ്ദമുണ്ടാകട്ടെ, നമ്മുടെ മക്കളുടെ കാതുകളിൽ ആ ഖുർആൻ ഉണ്ടാകട്ടെ. ആ നിലയ്ക്ക് ഈ റമദാൻ മാസത്തിൽ ഖുർആനുമായി നല്ല ബന്ധം സ്ഥാപിച്ച്, ദീനുമായി നല്ല ബന്ധം സ്ഥാപിച്ച്, അറിവിൻ്റെ സദസ്സുകളെ പരമാവധി നമ്മൾ ഉപയോഗപ്പെടുത്തി ദീനിയായ കൂട്ടായ്മകളുമായി ബന്ധപ്പെട്ട് പരസ്പരം സഹായിച്ചും സഹകരിച്ചും നമ്മുടെ നാട്ടിലെ നമ്മുടെ പള്ളിയാകട്ടെ, ആ പള്ളി നടക്കുന്ന നോമ്പ് തുറയാകട്ടെ, അതുപോലെ തന്നെ ക്ലാസ്സുകളാകട്ടെ, അതുമായി ബന്ധപ്പെട്ട ഏത് പ്രവർത്തനങ്ങളാകട്ടെ, എനിക്കിതാ നോമ്പ് തുറക്കാൻ പണമൊന്നും കൊടുക്കാൻ കഴിയുന്നില്ല, പക്ഷെ ഞാനിതാ അവിടുത്തെ ക്ലാസ് എടുത്തു വെക്കാനും ഒന്ന് വെള്ളം കലക്കാനും പോകുന്നു, അതിൻ്റെ കൂലി എനിക്ക് കിട്ടട്ടെ എന്ന് വിചാരിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, ഇவ்விധം പുണ്യങ്ങൾ കൊണ്ട് സമ്പന്നമാണ്, സമൃദ്ധമാണ് പരിശുദ്ധ റമദാൻ. അപ്പോൾ ഈ റമദാൻ മാസം പിന്നീട് നമ്മിൽ നിന്ന് പടിയിറങ്ങുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മെ വിട്ട് പിരിയുന്നതിൻ്റെ ഒരു വികാരം, ഒരു വേദന, ഒരു കണ്ണുനീര് നമ്മിൽ നിന്നും സ്വാഭാവികമായും ഉണ്ടാകും. ആ നിലക്കൊരു വൈകാരികമായൊരു ബന്ധം ഈ റമദാനുമായി നമ്മൾ ഉണ്ടാക്കി തീർക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമ്മയെല്ലാം തൗഫീക്ക് നൽകുമാറാകട്ടെ. ഇതേപോലെ തന്നെ വസ്ത്രമെടുക്കാനുള്ള ആളുകൾ, ഇത് എത്രയോ മുന്നേ പറയേണ്ട കാര്യമാണ് അല്ലേ? വസ്ത്രമെടുക്കാനുള്ള ആളുകൾ എത്രയും പെട്ടെന്ന് വസ്ത്രം എടുത്തു വെക്കുക. അവസാനത്തെ 10-ലല്ല, അതിൻ്റെ രാത്രിയിലല്ല ടെക്സ്റ്റൈൽസിൽ പോയി നമ്മൾ എത്തിക്കാൻ ഇരിക്കേണ്ടത്. അത് നമ്മൾ ഇപ്പോഴെ തന്നെ എടുത്തു വെച്ച് സാമ്പത്തികമായ നഷ്ടവും നമുക്കുണ്ടാവില്ല, മനസ്സിലാവുണ്ടോ? സമയനഷ്ടവും ഉണ്ടാകില്ല. സ്വാഭാവികമായും റമദാൻ പിന്നെ പെരുന്നാളിൻ്റെ സീസൺ ആകുമ്പോൾ പഴയ സ്റ്റോക്ക് പൊന്തി വരും. കച്ചവടക്കാർക്കറിയാം, പഴയ സ്റ്റോക്ക് പൊന്തി വരും, അതുപോലെ തന്നെ വിലയും കൂടും. അതുകൊണ്ട് ഇപ്പോൾ തന്നെ എടുത്തു വെച്ചാൽ എല്ലാ നിലക്കും നമുക്ക് ഖൈറാൻ. ഇനി എടുക്കണം നിർബന്ധമുണ്ടോ? അഹ്സന സിയാബുഹു എന്നാണ്, ഏറ്റവും നല്ലത് ധരിച്ചാൽ മതി. അപ്പോൾ എടുക്കണം നിർബന്ധമില്ല. എല്ലാവരുടെ ചെലവും ഒരുപോലെയാണ്, പക്ഷെ വരവോ പല രൂപത്തിലാണ്. ഞാൻ എൻ്റെ ഫോണിൽ റീചാർജ് ചെയ്തതുപോലെയാണ് നിങ്ങളുടെ എല്ലാവരുടെയും റീചാർജിൻ്റെ തുക. എൻ്റെ വീട്ടിലെ ഗ്യാസിൻ്റെ തുക പോലെയാണ് നിങ്ങളുടെ വീട്ടിലെല്ലാം ഗ്യാസിൻ്റെ തുക. ഞാൻ ധരിച്ച ചെരുപ്പിൻ്റെ അതേ വിലയായിരിക്കും, അത് ഏകദേശം തുക ഒന്നാണ്. എൻ്റെ വസ്ത്രത്തിൻ്റെയും നിങ്ങളുടെ വസ്ത്രത്തിൻ്റെയും തുക ഒന്നാണ് അല്ലേ? മാറ്റങ്ങളില്ല, ചിലവുകളൊക്കെ ഏകദേശം ഒരേപോലെയാണ്. പക്ഷെ വരവോ പലർക്കും പഞ്ചായത്ത് പൈപ്പിലെ വെള്ളം പോലെയാണ്. നമ്മൾ പറയാറുണ്ട്, കുറച്ച് ഒരു തുള്ളി, ചിലപ്പോൾ ഒരു കാറ്റ്, അതൊക്കെയാണ് വരിക. അപ്പം ഇതേപോലെ ചെലവുകൾക്കനുസരിച്ച് എന്ത് ചെയ്യണം? നമ്മുടെ പിന്നെ വരവുകൾക്കനുസരിച്ച് നമ്മുടെ ചെലവുകളെ ക്രമീകരിക്കാൻ നമുക്ക് സാധിക്കണം. വലിയ നോമ്പ് തുറക്ക ചില ആളുകൾ സംഘടിപ്പിക്കും, എന്നിട്ട് മഗ്‌രിബ് കഴിഞ്ഞിട്ടോ ഈ ഭക്ഷണം പിന്നെ 4 പേർക്കും കൊണ്ടുകൊടുത്തത് തീർക്കാൻ വേണ്ടിയിട്ടുള്ള ചിന്തയിലാണ്.
അങ്ങനെ വിശാലമാക്കേണ്ട ആവശ്യമുള്ള ഉള്ളതുകൊണ്ട് കഴിച്ചു കൂടിയിട്ട് എല്ലാ നിലക്കും പരലോകത്തിന് വേണ്ടി ഒരുങ്ങാനുള്ളൊരു മാസമായിട്ട് നമ്മൾ കാണുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. ആ പരിശുദ്ധ റമദാനിൽ ഏറ്റവും നല്ല രൂപത്തിൽ സ്വീകരിക്കാനോ അതിനെ ധന്യമാക്കാനും അതിനെ പൂർത്തീകരിക്കുവാനുള്ള സൗഭാഗ്യം അള്ളാഹു നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ വീഴ്ചകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല വിട്ടുപുറത്ത് മാപ്പാക്കി നൽകുമാറാകട്ടെ. രോഗികളായി കിടക്കുന്ന ഒരുപാട് ആളുകൾ നോമ്പെടുക്കാൻ കഴിയുമോ എന്ന പിന്നെ പ്രയാസം അനുഭവിക്കുന്ന എന്ന ചിന്തകളാൽ ഏറെ ബുദ്ധിമുട്ടുന്ന എത്രയോ ആളുകളുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്കെല്ലാം ശിഫാഉൻ ആജിലിനെ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. മരണപ്പെട്ടു പോയ ആളുകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവരുടെ ഖബറിടങ്ങൾ അള്ളാഹു ഒരു സ്വർഗീയ ആരാമമാക്കി തീർക്കുമാറാകട്ടെ. അവരെയും നമ്മയും അവൻ്റെ ജന്നാത്തിൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.